ഹരി ഓം ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം. ഓം ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം വിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യതോന്വയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായാദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ദാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മഃ പ്രോജ്ജിതകൈതവോത്ര പരമോ നിർമ്മത്സരാണാം സതാം. വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ. സദ്യോ ഹൃദ്യവരുദ്ധ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തൽക്ഷണാത്. നിഗമകൽപതരോർഗളിതം ഫലം സുഖമുഖാദമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരവോഭിനേതുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിതിദീർഷതാം തമോന്തം. സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ. ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ. വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിര്യയിമാ പുരോ വിഭുഃ നിർമ്മായ ശേതേ യദമൂഷു പൂരുഷഃ. ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മകഃ. സോലംകൃഷീഷ്ട ഭഗവാൻ വജാംസി മേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച
നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. വാതാലയേശമനിശം ഹൃദി ഭാവയാമി. നാരായണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ശുഭസായാഹ്നം, സുസ്വാഗതം. ഭാഗവത ജ്ഞാനഗംഗാ പ്രവാഹത്തിലേക്ക് ഏവർക്കും സുസ്വാഗതം, സുസ്വാഗതം. നാരായണ. ഭാഗവത ജ്ഞാനഗംഗ അഷ്ടമസ്കന്ധത്തിലെ 24-ാം അധ്യായം മത്സ്യാവതാര ചരിതം അവസാന ഭാഗമാണ് നമ്മൾ കാണാനുള്ളത്. അതിലേക്ക് കടക്കാം. അപ്പൊ നമുക്ക് വായിക്കാം. 32 മുതൽക്കുള്ള ശ്ലോകങ്ങൾ വായിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം. അത് ശ്രീമദ്ഭാഗവതേ അഷ്ടമസ്കന്ധേ 24-തമോऽധ്യായഃ. ശ്രീഭഗവാനുവാച. സപ്തമേ അദ്യതനാദൂർധ്വം അഹനി ഏതദരിന്ദമ നിമംശത്യപ്യയാംബോധൗ ത്രൈലോക്യം ഭൂർഭുവാദികം ത്രിലോക്യാം ലീയമാനായാം സംവർത്താംബസി വൈ തദാ ഉപസ്ഥാസ്യതി നൗഃ കാചിദ വിശാലാ ത്വാം മയേരിത ത്വം താവദോഷധീ സർവാ ബീജാന്യുച്ചാവജാനി ച സപ്തർഷിഭിഃ പരിവൃതഃ സർവസത്വോപബൃംഹിതഃ ആരുഹ്യ ബൃഹതീം നാവം വിചരിഷ്യസ്യ വിക്ലവഃ ഏകാർണവേ നിരാലോകേ ഋഷീണാമേവ വർച്ചസാ ദോധൂയമാനാം താം നാവം സമീരേണ ബലീയസാ ഉപസ്ഥിതസ്യ മേ ശൃംഗേ നിബദ്ധിനീഃ മഹാഹിനാ അഹം ത്വാം ഋഷിഭിഃ സാകം സഹനാവം ഉദന്വതി വികർഷൻ വിചരിഷ്യാമി യാവത് ബ്രാഹ്മീ നിശാ പ്രഭോ മദീയം മഹിമാനം ച പരം ബ്രഹ്മേതി ശബ്ദിതം വേൽസ്യസി അനുഗൃഹീതം മേ സംപ്രശ്നൈർവിവൃതം ഹൃദി ഇത്തമാദിശ്യ രാജാനം ഹരിരന്തരധീയത സോന്വൈക്ഷതം കാലം യം ഋഷീകേശ ആദിശത് ആസ്തീര്യ ദർഭാൻ പ്രാക്കൂലാൻ രാജർഷിഃ പ്രാഗുദങ്മുഖഃ നിശസാദ ഹരേഃ പാദൗ ചിന്തയൻ മത്സ്യരൂപിണഃ തതഃ സമുദ്ര ഉദ്വേളഃ സർവദഃ പ്ലാവയൻ മഹീം വർദ്ധമാനോ മഹാമേഘൈഃ വർഷദ്ഭിഃ സമദൃശ്യത ധ്യായൻ ഭഗവദാദേശം ദദൃശേ നാവമാഗതാം താമാരുരോഹ വിപ്രേന്ദ്രൈഃ ആദായൗഷധിഭിരുദഃ തമൂചുർമുനയഃ പ്രീതാ രാജൻ ധ്യായസ്വ കേശവം സ വൈ നഃ സങ്കടാദസ്മാദവിദാശം വിദാസ്യതി
സോനുദ്യാതസ്തതോ രാജ്ഞാ പ്രാദുരാസീത് മഹാർണവേ ഏകസംഗധരോ മത്സ്യോ ഹൈമോ നിയുതയോജനഃ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. നിബധ്യനാവം തത്ശൃംഗേ യദോക്തോ ഹരിണാ പുര വരത്രേണാഹിനാ തുഷ്ടഃ തുഷ്ടാവ മധുസൂദനം. രാജോവാച അനാദ്യ വിദ്യോപഹതാത്മസംവിദസ്തന്മൂലസംസാര പരിശ്രമാതുരാഃ യദൃച്ഛയേഹോപസൃതായമാപ്നുയുഃ വിമുക്തിദോ നഃ പരമോ ഗുരുർഭവാൻ. ജനോ അബുദോയം നിജകർമ്മബന്ധനഃ സുഖേച്ഛയാ കർമ്മസമീഹത്തെ അസുഖം. യൽ സേവയാ തം വിദുനോത്യസന്മതിം ഗ്രന്ഥിം സ വിന്ദ്യാത് ഹൃദയം സനോ ഗുരുഃ. യൽ സേവയാഗ്നേരിവ രുദ്രരോദനം പുമാൻ വിജഹ്യാത്മലമാത്മനസ്തമഃ. ഭജേതവർണം നിജമേഷ സ്വവ്യയോ ഭൂയാത് സ ഈശഃ പരമോ ഗുരുർഗുരുഃ. നയത് പ്രസാദായുധഭാഗലേശം അന്യേ ച ദേവാ ഗുരവോ ജനാ സ്വയം കർത്തും സമേതാ പ്രഭവന്തി പുംസഃ തമീശ്വരം ത്വാം ശരണം പ്രപദ്യെ. അചക്ഷുരന്ധസ്യ യദാഗ്രണീകൃതഃ തദാ ജനസ്യാവിദുഷോ അബുദോ ഗുരുഃ. ത്വമർക്കദൃക് സർവദൃശാം സമീക്ഷണോ വൃതോ ഗുരുർനഃ സ്വഗതിം ബുഭുത്സതാം. ജനോ ജനസ്യാദിശതേ അസതിം മതിം യയാ പ്രപദ്യേത ദുരത്യയം തമഃ. ത്വം ത്വവ്യയം ജ്ഞാനമമോഘമഞ്ജസാ പ്രപദ്യത്തെ യേന ജനോ നിജം പദം. ത്വം സർവലോകസ്യ സുഹൃത്പ്രിയേശ്വരോ ഹ്യാത്മാ ഗുരുജ്ഞാനമഭീഷ്ടസിദ്ധിഃ. തദാപി ലോകോ ന ഭവന്തമന്തധീഃ ജാനാതി സന്തം ഹൃദി ബദ്ധകാമഃ. തം ത്വാമഹം ദേവവരം വരണ്യം പ്രപദ്യ ഈശം പ്രതിബോധനായ. ചിന്ത്യർത്ഥദീപൈർഭഗവൻ വചോഭിഃ ഗ്രന്ഥീൻ ഹൃദയ്യാൻ വിവൃണു സ്വമോകഃ. ശ്രീശുക ഉവാച ഇത്യുക്തവന്തം നൃപതിം ഭഗവാനാദിപൂരുഷഃ മത്സ്യരൂപീ മഹാംബോധൗ വിഹരൻ തത്വമബ്രവീത്. പുരാണസംഹിതാം ദിവ്യാം സാഖ്യയോഗക്രിയാവതീം സത്യവ്രതസ്യ രാജർഷേഃ ആത്മഗുഹ്യം അശേഷതഃ. അസ്രൗഷീത് ഋഷിഭിഃ സാകം ആത്മതത്വം അസംശയം നാവ്യാസീനോ ഭഗവതാ പ്രോക്തം ബ്രഹ്മ സനാതനം. അതീതപ്രളയാപായേ ഉത്തിതായ സവേദസേ ഹത്വാസുരം ഹയഗ്രീവം വേദാൻ പ്രത്യാഹരദ്ഹരിഃ. സ തു സത്യവ്രതോ രാജാ ജ്ഞാനവിജ്ഞാനസംയുതഃ വിഷ്ണോഃ പ്രസാദാത് കൽപേസ്മിന്നാസീത് വൈവസ്വതോ മനുഃ. സത്യവ്രതസ്യ രാജർഷേഃ മായാമത്സ്യസ്യ ശാർങ്ങിണഃ സംവാദം മഹദാഖ്യാനം ശ്രുത്വാ മുച്യേത കിൽബിഷാത്. അവതാരോ ഹരേര്യോയം കീർത്തയേദന്വഹം നരഃ സങ്കൽപ്പാസ്തസ്യ സിദ്ധ്യന്തി സയാതി പരമാംഗതിം. പ്രളയപയസി ധാതുഃ സുപ്തശക്തേർമുഖേഭ്യഃ ശ്രുതിഗണമപനീതം പ്രത്യുപാദത്ത ഹത്വാ. ദിജമഗതയദ്യോ ബ്രഹ്മ സത്യവ്രതാനാം തമഹമഖില ഹേതും ജിഹ്മമീനം നതോസ്മി. ഹരി ഓം. ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം അഷ്ടമസ്കന്ധേ മത്സ്യാവതാര ചരിതാനുവർണ്ണനം നാമ ചതുർവിംശതിതമോऽധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഹരേ നാരായണ. Hmm.
ഹരി ഓം. ഹരി ഓം. രാവിലത്തെ പരിപാടി കഴിഞ്ഞു വന്ന് നല്ല ക്ഷീണമുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ രാവിലെ നേരത്തെ പോയി. നല്ല ദീർഘമായിട്ടുള്ള പരിപാടികളായിരുന്നു. 4 മണിയായി തിരിച്ച് വരുമ്പോൾ. ഓ, നാരായണ. നമുക്ക് ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് വരാം. ഭാഗവത ജ്ഞാനഗംഗ അഷ്ടമസ്കന്ധം 24-ാം അധ്യായം മത്സ്യാവതാര ചരിതം. ഭഗവാന്റെ മത്സ്യാവതാര ചരിതം പരീക്ഷിത്ത് രാജാവിന് ശുഖബ്രഹ്മർഷി വിസ്തരിച്ച് പറഞ്ഞു കൊടുക്കുന്നതാണ് നമ്മൾ കാണുന്നത്. പ്രളയത്തിന്, നൈമിത്തിക പ്രളയത്തിന് 7 ദിവസം മുമ്പ് സത്യവ്രത രാജാവിന് ഭഗവാൻ മത്സ്യരൂപിയായി ദർശനം കൊടുത്തതും അനുഗ്രഹം ചെയ്തതും, ഇന്നേക്ക് 7-ാം ദിവസം പ്രളയം വരും എന്ന് പറഞ്ഞതും, അന്ന് ഭൂമി തന്നെ ഒരു തോണിയായി വരും, എല്ലായിടത്തും പ്രളയമാകുമ്പോൾ ആ തോണിയിലേക്ക് സകല ഔഷധികളുടെയും മറ്റുമെല്ലാം ബീജങ്ങളുമായി അങ്ങ് പ്രവേശിക്കുക, സപ്തർഷികൾ കൂടെയുണ്ടാവും. അപ്പോൾ ഞാൻ വലിയൊരു മത്സ്യരൂപത്തിൽ അവിടെ അവതരിക്കും. എൻ്റെ കൊമ്പിലേക്ക് വാസുകിയാകുന്ന കയറിനെ കൊണ്ട് ഈ നാവത്തെ ബന്ധിക്കുക. ആ പ്രളയകാലം മുഴുവൻ ഞാൻ അങ്ങയെ രക്ഷിച്ചുകൊള്ളാം എന്ന് ഭഗവാൻ അനുഗ്രഹിച്ച പ്രകാരം ഭഗവാൻ അന്തർധാനം ചെയ്തു. പിന്നീട് ആ സത്യവ്രത രാജാവ് കാത്തിരുന്നു ഭഗവാന്റെ ആഗമനത്തിന്, അല്ലെങ്കിൽ 7-ാം ദിവസം ആകാനായിക്കൊണ്ട്. പ്രളയം വന്നു ചേർന്നു. ആ പ്രളയജലത്തിൽ ഭഗവാൻ പറഞ്ഞതുപോലെ തന്നെയുള്ള നാവം, വലിയ നാവം വന്നു. ആ നാവത്തിൽ സപ്തർഷികളുണ്ടായിരുന്നു. സത്യവ്രത രാജാവും അതിൽ കയറി. അദ്ദേഹത്തിന്റെ മുമ്പിൽ ഭഗവാൻ മത്സ്യരൂപിയായി പ്രത്യക്ഷപ്പെട്ടത് നമ്മൾ കണ്ടു. 44-ാം ശ്ലോകത്തിലാണ് ഭഗവാന്റെ അവതാരം വർണ്ണിച്ചത്. സോനുദ്യാതസ്തതോ രാജ്ഞാ പ്രാദുരാസീത് മഹാർണവേ ഏകശൃംഗധരോ മത്സ്യോ ഹൈമോ നിയുതയോജനഃ. സഹ അനുദ്യാതഃ തതഃ രാജ്ഞാ പ്രാദുരാസീത് മഹാർണവേ. രാജാവിനാൽ അനുദ്യാനം ചെയ്യപ്പെട്ടതായിട്ടുള്ള ഭഗവാൻ ആ മഹാർണവത്തിൽ പ്രാദുർഭവിച്ചു. ഏകശൃംഗധരനായി, ഒറ്റക്കൊമ്പനായിട്ടുള്ള മത്സ്യമായിട്ട് സ്വർണവർണ്ണത്തിൽ, നിയുത യോജന, 1,00,000 യോജന വലിപ്പമുള്ളതായിട്ടുള്ള ഒരു മത്സ്യമായി ആവിർഭവിച്ചു. ആ ഭഗവാന്റെ ശൃംഗത്തിലേക്ക് നാവം നിബദ്ധ്യ
ഭഗവാൻ പറഞ്ഞതുപോലെ ബന്ധനം ചെയ്തു വാസുകിയെ കൊണ്ട്. അത് കഴിഞ്ഞ് സത്യവ്രത രാജാവ് ഭഗവാനെ സ്തുതിച്ചു എന്നുള്ളതാണ് കണ്ടത്. അത് കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. 46 മുതൽ 53 വരെയുള്ള 8 ശ്ലോകങ്ങളെ കൊണ്ട് സത്യവ്രത രാജാവ് അതിഗംഭീരമായിട്ട് മത്സ്യരൂപിയായി വന്ന ഭഗവാനെ, കേശവനെ, അല്ലെ കേശവൻ എന്ന് തന്നെ പ്രത്യേകം എടുത്തു പറയണം. പ്രളയകാലത്തുള്ള ഭഗവാന്റെ ഭാവമാണ് കേശവൻ. സൃഷ്ടികാലത്ത് ഭഗവാൻ പത്മനാഭൻ. അപ്പോ ആ കേശവനെ ഭഗവാൻ സ്തുതിച്ചു. ഗുരുവായിട്ടാണ് സ്തുതിച്ചത്. കാരണം ആ കേശവൻ തന്നെയാണ്, മത്സ്യരൂപിയായ ഭഗവാൻ തന്നെയാണ് വേദങ്ങളെയെല്ലാം ഹയഗ്രീവനിൽ നിന്ന്, അസുരനിൽ നിന്ന് വീണ്ടെടുത്ത് ബ്രഹ്മദേവന് തിരിച്ചു കൊടുക്കുന്നത് എന്നും കൂടി പറഞ്ഞു. അപ്പോൾ എല്ലാ അറിവുകളും, അതാണ് വേദങ്ങൾ. അപ്പോൾ ആ അറിവുകളെ ഉപദേശിക്കുന്ന ഗുരു തന്നെയാണ് ഭഗവാൻ. ആ ഭഗവാനെ ഗുരുവായി തന്നെ സ്തുതിച്ചു സത്യവ്രത രാജാവ്. അനാദിയായ അവിദ്യ കൊണ്ട് മറയപ്പെട്ട ആത്മജ്ഞാനത്തോടുകൂടി അത് കാരണമായിട്ടുണ്ടായ സംസാര പരിശ്രമം കൊണ്ട് ആതുരരായിരിക്കുന്ന ഞങ്ങളുടെ മുമ്പിൽ ഇപ്പോ ഇതാ യദൃച്ഛയാ അങ്ങ് വന്നു ചേർന്നിരിക്കുന്നു. ഞങ്ങൾക്ക് വിമുക്തിതനായ പരമഗുരുവായിട്ട് മോക്ഷം നൽകാനുള്ള, അജ്ഞാനത്തിൽ നിന്ന് മോചനം നൽകാനുള്ള പരമഗുരുവായി അങ്ങിതാ ഞങ്ങളുടെ മുമ്പിൽ ആവിർഭവിച്ചിരിക്കുന്നു. ഈ ലോകത്തുള്ള ജനങ്ങളെല്ലാം അബുധന്മാരാണ്, മൂഢന്മാരാണ്. നിജ കർമ്മബന്ധന, അവരവരുടെ കർമ്മവാസനകളാൽ ബദ്ധരാണ്. ആ കർമ്മബന്ധനം തന്നെയാണ് വീണ്ടും വീണ്ടും ഇവിടെ സൃഷ്ടി ആരംഭിക്കാൻ അല്ലെങ്കിൽ ആവർത്തിക്കാൻ കാരണം. എത്ര കാലത്തോളം ജീവന്മാർക്ക് കർമ്മബന്ധനമുണ്ടോ അത്ര കാലത്തോളം ഇവിടെ സൃഷ്ടി ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. ജീവന്മാരുടെ അജ്ഞാനം മുഴുവൻ നീങ്ങി എല്ലാ ജീവന്മാരും മുക്തരാവുന്നതോടു കൂടിയിട്ടാണ് ഈ സൃഷ്ടി എന്നതായിട്ടുള്ള ഈ സംസാര ഭ്രമണം അത് ശാശ്വതമായിട്ട് ഇല്ലാതെയാവുക. അങ്ങനൊരവസ്ഥ സമഷ്ടിയിലുണ്ടാവില്ല, വ്യഷ്ടികൾക്ക് മാത്രമേ അത് സംഭവിക്കുള്ളൂ. അതിനെയാണ് ആത്യന്തിക പ്രളയം എന്ന് പറയുന്നത്. വ്യഷ്ടികളുടെ ജ്ഞാനം നിമിത്തമുണ്ടാകുന്ന സൃഷ്ടിയിലെ ഏകത്വ ദർശനം, സൃഷ്ടിയിലെ സത്യദർശനം, ആ അവസ്ഥയാണ് ജീവൻ മുക്തി അഥവാ സ്ഥിതപ്രജ്ഞത. ആ അവസ്ഥ തന്നെയാണ് വാസ്തവത്തില് ആത്യന്തികമായിട്ടുള്ള പ്രളയം. അല്ലാതെ എല്ലാ ജീവന്മാർക്കും ഒന്നിച്ച് അജ്ഞാനമെല്ലാം പരിപൂർണമായി നശിച്ച് ഈ ലോകം ഇല്ലാതെയാകുന്ന ഒരവസ്ഥ നമുക്ക് ചിന്തിക്കാൻ ആവില്ല. അതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. ഇവിടെ സംസാരികൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും, അജ്ഞാനികൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അവരുടെയൊക്കെ കർമ്മബന്ധനത്താൽ അവർക്ക് വീണ്ടും വീണ്ടും ജനന മരണങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. സോ ഈ ക്രിയേഷൻ ഇറ്റ് വിൽ ഗോ ഓൺ ആൻഡ് ഓൺ ആൻഡ് ഓൺ. ഏതൊരു മറ്റേ ഓട്ടോമേറ്റീവ് ബാറ്ററിയുടെ പരസ്യം പോലെ, ആമറോൺ എന്ന് പറഞ്ഞൊരു ബാറ്ററിയുടെ പരസ്യത്തിൽ പറയും, അത് എവിടെയും നിൽക്കാതെ ഓടിക്കൊണ്ടേയിരിക്കും. ഇറ്റ് വിൽ ഗോ ഓൺ ആൻഡ് ഓൺ ആൻഡ് ഓൺ എന്നതുപോലെ ദിസ് ക്രിയേഷൻ വിൽ കണ്ടിന്യൂ, ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ നിജ കർമ്മബന്ധന. അപ്പൊ നമുക്ക് ഈ ലോകത്തെ മുഴുവൻ കർമ്മബന്ധനത്തിൽ നിന്ന് മോചിപ്പിക്കാനൊന്നും സാധിക്കില്ല. ഈശ്വര അവതാരമൂർത്തികൾ പോലും അതിന് പൂർണ്ണമായിട്ട് ശ്രമിച്ചിട്ടുമില്ല, അല്ലെങ്കിൽ സാധിക്കുകയും ഇല്ല. അപ്പൊ ഓരോരുത്തർക്കും അവരവരുടെ കർമ്മബന്ധനങ്ങളെ അഴിക്കാൻ മാത്രമേ സാധിക്കുള്ളൂ. ആത്മനോ മോക്ഷായ. സുഖേച്ഛയാ കർമ്മ സമീഹതേ അസുഖം.
എന്നാൽ സുഖേച്ഛ കൊണ്ടാണ് കർമ്മം ചെയ്യുന്നതെങ്കിലും വീണ്ടും വീണ്ടും അസുഖത്തെ തന്നെ പ്രാപിക്കുന്നു. എന്നാൽ യൽ സേവയാ താം വിദുനോതി അസന്മതിം ഗ്രന്ഥിം സബിന്ദ്യാത് ഹൃദയം സമോ ഗുരു. യൽ സേവയ, ഏതൊരു ഭഗവാന്റെ സേവ കൊണ്ട്, ഏതൊരു ഭഗവാനെ തന്നെ ഗുരുവായി സങ്കല്പിച്ച്, അല്ലെങ്കിൽ ഗുരുവിനെ തന്നെ ഭഗവാനായി സങ്കല്പിച്ച്, ഈശ്വരനെന്നും ഗുരുവെന്നും രണ്ടില്ല, നിശ്ചയിച്ചോർക്കുമ്പോൾ ഒന്നു തന്നെ എന്നൊക്കെ പറഞ്ഞാൽ മാത്രം പോരാ, വാക്കുകളെ കൊണ്ട് പറഞ്ഞാൽ മാത്രം പോരാ, അത് ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കണം പറയുന്നത്, ഹൃദയത്തിൽ നിന്നായിരിക്കണം പറയേണ്ടത്. അപ്പൊ അങ്ങനെയുള്ള ഗുരുക്കന്മാരെ സേവിച്ചുകൊണ്ട്, ഭഗവത് സേവ കൊണ്ട്, ഭക്തി കൊണ്ട് അസന്മതിം വിദുനോതി, ഈ അസദ്ബുദ്ധി നശിച്ചു പോകും, അസദ്ബുദ്ധിയെ നശിപ്പിക്കപ്പെടുന്നു. അങ്ങനെ ഈ അവിദ്യ, കാമം, കർമ്മം എന്നുള്ള ഹൃദയഗ്രന്ഥി, ഗ്രന്ഥിം സവിദ്യാത് ഹൃദയം, ഹൃദയം ഗ്രന്ഥിം, ഹൃദയത്തെ സംബന്ധിച്ച ഗ്രന്ഥി, ഹൃദയഗ്രന്ഥി, അവിദ്യ, കാമം, കർമ്മം, ഇത് മൂന്നും ഇങ്ങനെ ആവർത്തിച്ച് കുരുക്കുപെട്ടിരിക്കുന്നതാണ് ഹൃദയഗ്രന്ഥി. ഇത് നമുക്ക് സ്വയം അഴിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് നമ്മൾ അഴിക്കാൻ അറിയുന്ന ഒരു വിദഗ്ധന്റെ സേവനത്തെ സ്വീകരിക്കുന്നത്. ആ അഴിക്കാൻ കഴിയുന്ന വിദഗ്ധനാണ് ഗുരു. അതുകൊണ്ട് സഹ നോ ഗുരു, അങ്ങനെയുള്ള ഈ കെട്ടഴിക്കാൻ അറിയാതെ പെടാപ്പാടുപെടുമ്പോൾ ആ കെട്ടഴിക്കാനുള്ള വഴി പറഞ്ഞു തരുന്ന ആ ഗുരുവാണ് ഇപ്പോൾ ഞങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് എന്നുള്ള മട്ടില് ആ മത്സ്യരൂപിയായ ഭഗവാനെ സ്തുതിക്കുകയാണ്. യൽ സേവയാ അഗ്നേരിവ രുദ്രരോദനം പുമാൻ വിജഹ്യാത് മലമാത്മനസ്തമഃ ഭജേത വർണ്ണം നിജമേഷ സോവ്യയോ ഭൂയാത് സ ഈശഃ പരമോ ഗുരോർ ഗുരു. ഏതൊരു ഗുരുക്കന്മാരെ സേവിച്ചാലാണോ ഉള്ളിലുള്ള തമോമലം നശിപ്പിക്കാൻ സാധിക്കുക, എപ്രകാരമാണോ സ്വർണം, വെള്ളി മുതലായവ രുദ്രരോദനം എന്ന് പറഞ്ഞു, ആ സ്വർണം, വെള്ളി മുതലായവ അഗ്നിയുടെ ഉപാസന കൊണ്ട്, അഗ്നിയെ സേവിക്കുന്നത് കൊണ്ട് അതിന്റെ മലത്തെ ത്യജിച്ച് ഭജേത വർണ്ണം നിജം, നിജം വർണ്ണം ഭജേത, സ്വന്തം വർണ്ണത്തെ, സ്വസ്വരൂപത്തെ പ്രാപിക്കുന്നത്. അതുപോലെയാണ് മനുഷ്യരും ഗുരുക്കന്മാരെ സേവിച്ച് ഗുരുക്കന്മാരുടെ അനുഗ്രഹത്താൽ അവനവന്റെ ഉള്ളിലുള്ളതായിട്ടുള്ള തമോമലത്തെ നശിപ്പിക്കുന്നു. അങ്ങനെയുള്ള സഹ അവ്യയഃ ഈശഃ പരമഃ ഗുരോഹോ ഗുരുഹു ഭൂയാത്. അങ്ങനെയുള്ള ആ ഈശ്വരൻ തന്നെയാണ് ഞങ്ങൾക്ക് പരമഗുരുവിന്റെ ഗുരുവായി ഭവിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. ഈശ്വരൻ തന്നെയാണ് ഗുരുവായി വന്നിരിക്കുന്നത് എന്ന് പ്രാർത്ഥിക്കുകയാണ്. നയത് പ്രസാദ അയുധഭാഗലേശം അന്യേച ദേവാ ഗുരവോ ജനാ സ്വയം കർത്തും സമേതാ പ്രഭവന്തി പുംസഃ തമീശ്വരം ത്വാം ശരണം പ്രപദ്യേ. ഏതൊരു ഭഗവാന്റെ പ്രസാദത്തിന്റെ 10,000-ൽ ഒരംശം കൊണ്ട് ഉണ്ടാവുന്ന അനുഗ്രഹം മറ്റുള്ള ദേവന്മാരോ ഗുരുക്കന്മാരോ മറ്റ് ജനങ്ങളോ എല്ലാവരും ഒന്നിച്ചു ചേർന്ന് പ്രയത്നിച്ചാലും നമുക്ക് നൽകാൻ കഴിയുകയില്ല. അങ്ങനെയുള്ള ഈശ്വരനായ ഭഗവാനെ, നാരായണനെ, തമീശ്വരം ത്വാം ശരണം പ്രപദ്യേ, അങ്ങയെ ഞങ്ങളിതാ, അല്ലെങ്കിൽ ഞാനിതാ ശരണം പ്രാപിക്കുന്നു എന്ന് വീണ്ടും. അചക്ഷുരന്തസ്യ യഥാഗ്രണീകൃതഃ തദാ ജനസ്യ അവിദുഷോ അബുധോ ഗുരുഃ ത്വം അർക്കദൃക് സർവദൃശാം സമീക്ഷണോ വൃതോ ഗുരുന്നഃ സ്വഗതിം ബുബുൽസതാം. ഒരു കണ്ണ് കാണാത്ത ഒരാൾ കണ്ണ് കാണാത്തവനെ നയിക്കുന്നത് പോലെ അഗ്രണിയായി, അല്ലെ, അചക്ഷുവായിട്ടുള്ള ഒരാൾ അന്തസ്യ അഗ്രണി, മറ്റൊരു അന്തന്റെ മുമ്പേ നടന്ന് വഴി കാണിക്കുന്നു. അപ്പോ അതുപോലെയാണ് ഈ ജനങ്ങൾക്ക്, മൂഢജനങ്ങൾക്ക്, അവിദ്വാൻമാരായ ജനസ്യ, അവിദുഷഃ ജനസ്യ അബുധോ ഗുരു, അറിവില്ലാത്ത, ബോധമില്ലാത്തവരായിട്ടുള്ള ഗുരുക്കന്മാർ. എന്നാൽ അങ്ങ് അപ്രകാരമല്ല. ത്വം അർക്കദൃക് സർവദൃശാം സമീക്ഷണോ,
എങ്ങനെയാണോ സൂര്യൻ എല്ലാവരുടെ കണ്ണുകളെയും പ്രകാശിപ്പിക്കുന്നത്, എല്ലാവർക്കും വെളിച്ചം കൊടുക്കുന്നത്, അതുപോലെ അങ്ങും അർക്കസദൃശനാകുന്നു. സ്വഗതിം ബുബുത്സതാം നഹ ഗുരുഹു വൃതഃ. സ്വഗതിയെ, സ്വസ്വരൂപത്തെ അറിയാൻ ആഗ്രഹിക്കുന്ന ബുബുത്സ, ബോധമിച്ഛ. അപ്പൊ അറിയാൻ ആഗ്രഹിക്കുന്നതായിട്ടുള്ള ഞങ്ങൾക്ക് അങ്ങ് ഗുരുവായി വരിക്കപ്പെട്ടിരിക്കുന്നു. അങ്ങാണ് ഞങ്ങൾക്ക് ഗുരു. അതുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ അജ്ഞാനമാകുന്ന അന്ധകാരം നീക്കി ആത്മജ്ഞാനം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണം, സ്വതന്ത്രരാക്കണം, മോക്ഷം പ്രാപിപ്പിക്കണം. ഇതാണ് വീണ്ടും വീണ്ടും ഉള്ള പ്രാർത്ഥന. ഇനിയും ഇതുവരെയാണ് ഇന്നലെ പറഞ്ഞു നിർത്തിയത്. തുടർന്ന് കാണാം നമുക്ക് 51 മുതൽക്കുള്ള ശ്ലോകം. ജനോ ജനസ്യാദിശത്തെ അസതീം മതിം യയാ പ്രപദ്യേത ദുരത്യയം തമഃ ത്വം ത്വവ്യയം ജ്ഞാനമമോഘമഞ്ജസാ പ്രപദ്യത്തെ യേന ജനോ നിജം പദം. ജനോ ജനസ്യ ആദിശത്തെ അസതീം മതിം യയാ പ്രപദ്യേത ദുരത്യയം തമഃ ത്വം ത്വവ്യയം ജ്ഞാനമമോഘമഞ്ജസാ പ്രപദ്യത്തെ യേന ജനോ നിജം പദം. ജനോ ജനസ്യ ആദിശത്തെ അസതീം മതിം. സാധാരണ ലോകം എങ്ങനെയാണ്? സാധാരണ ജനങ്ങൾ മറ്റു ജനങ്ങൾക്ക് മതിം, അസതീം മതിം ആദിശത്തെ, അസതിയായ അസത്തായ ബുദ്ധിയെയാണ് ഉപദേശിക്കുന്നത്. ഈ ലോകത്തിൽ എവിടെ നോക്കിയാലും ഇതേ കാണാനുള്ളൂ, അല്ലെ? അച്ഛനമ്മമാര് മക്കൾക്ക് ഉപദേശിക്കുന്നത് അസത്തായ ബുദ്ധിയാണ്. എന്ന് വെച്ചാല് ആത്മീയമായിട്ടുള്ള ഉപദേശങ്ങളൊന്നും കൊടുക്കുന്നില്ല, ആത്മജ്ഞാനത്തിന് വേണ്ടതായിട്ടുള്ള ഉപദേശങ്ങളൊന്നും കൊടുക്കുന്നത് കാണുന്നില്ല. സ്വയം സംസാരികളായിരുന്നു കൊണ്ട് സ്വന്തം മക്കളെയും വീണ്ടും വീണ്ടും സംസാരത്തിലേക്ക്, ദുഃഖ പരമ്പരകളിലേക്ക് നയിക്കുന്ന മൂഢജനങ്ങളെയാണ് നമ്മൾ സമൂഹത്തിൽ കണ്ടുകൊണ്ടേയിരിക്കുന്നത്. പിന്നെ പിന്നെ ബാക്കിയുള്ളവരുടെ കാര്യം പറയണം. അച്ഛനമ്മമാരാണ് സ്വന്തം മക്കൾക്ക് ഏറ്റവും ഹിതം ചെയ്യേണ്ടവർ, ഹിതം ഉപദേശിക്കേണ്ടവർ. ആ അച്ഛനമ്മമാർ തന്നെ മക്കളെ പരമസംസാരികളാക്കി മാറ്റാനുള്ള ഉപദേശങ്ങളാണ് കൊടുക്കുന്നതെങ്കിൽ പിന്നെ ആരെ പറയാനാണ്? പിന്നെ നാട്ടുകാരാണോ വന്ന് നമുക്ക് നല്ല ബുദ്ധി ഉപദേശിക്കുക? അപ്പോ എങ്ങനെയായാൽ അച്ഛനമ്മമാർക്ക് കുട്ടികൾക്ക് സന്മതി കൊടുക്കാൻ കഴിയും? അവരവർക്ക് സന്മതി ഉണ്ടാവണം. മൂഢബുദ്ധികളും മന്ദബുദ്ധികളും അജ്ഞാനികളുമായിട്ടുള്ള സംസാരികളായിട്ടുള്ള അച്ഛനമ്മമാർക്ക് മക്കൾക്ക് അത് മാത്രമേ കൊടുക്കാൻ കഴിയുള്ളൂ. തങ്ങളുടെ ദുഃഖം ആ പരമ്പരയായിട്ട് വീണ്ടും മക്കൾക്കും പങ്കുവെച്ചു കൊടുക്കാം, അല്ലെ? വേറൊന്നും കൊടുക്കാനില്ലെങ്കിലും, സമ്പാദ്യങ്ങളൊന്നും കൊടുക്കാനില്ലെങ്കിൽ പോലും ഈ ദുഃഖ പരമ്പരകളെ പകർന്നു കൊടുക്കാം. അതാണെന്ന് നമ്മൾ കാണുന്നത്. ചിന്തിക്കുക, ഇങ്ങനെയൊക്കെ മതിയോ? പഞ്ചമസ്കന്ധത്തില് ഋഷഭോപദേശത്തില് അദ്ദേഹം പറഞ്ഞു, എന്ത് പറഞ്ഞു? ആരാണോ ഈ അജ്ഞാനത്തിൽ കിടന്നുഴലുന്ന തന്റെ സന്തതികളെ ആധ്യാത്മികമായിട്ടുള്ള വെളിച്ചം നൽകി മോക്ഷമാർഗത്തിലേക്ക് നയിക്കാത്തത്, അവൻ അച്ഛനല്ല, അവൾ അമ്മയല്ല, അവൻ ഗുരുവല്ല, ആ ദേവത ദേവതയല്ല, അല്ലേ? ഗുരുർന സസ്യാത് സ്വജനോന സസ്യാത് പിതാന സസ്യാത് മാതാന സാസ്യാത്. അങ്ങനെ എണ്ണി എണ്ണി പറഞ്ഞു. സമുപേത മൃത്യുവിൽ നിന്ന്, മുമ്പിൽ വന്നു ചേർന്നിരിക്കുന്ന മൃത്യുവിൽ നിന്ന്, മരണത്തിൽ നിന്ന്, ദുഃഖ പരമ്പരകളിൽ നിന്ന് മോചിപ്പിക്കുന്നില്ല എങ്കിൽ
അവരൊന്നും ബന്ധുക്കളാണെന്ന് പറയാൻ അർഹരല്ല. ഒക്കെ ബന്ധനങ്ങൾ മാത്രമാണ്, ബന്ധുക്കളൊന്നുമല്ല, ദുഃഖകാരണങ്ങളായിട്ടുള്ള ബന്ധനങ്ങൾ മാത്രമാണ് മൂഢജനങ്ങൾ. അപ്പോ നമ്മളുടെ വേണ്ടപ്പെട്ടവരെയൊക്കെ മോക്ഷമാർഗത്തിലേക്ക് നയിക്കുന്നില്ലെങ്കിൽ നമ്മൾ അവരുടെയൊന്നും സുഹൃത്തുക്കളല്ല. അവർക്ക് ധർമ്മം പറഞ്ഞു കൊടുക്കുന്നില്ലെങ്കിൽ നമ്മൾ അവരുടെയൊന്നും സുഹൃത്തുക്കളല്ല. നമ്മൾ കള്ളന്മാരാണ്, അല്ലെങ്കിൽ നമ്മൾ മൂഢന്മാരാണ്. ഒന്നുകിൽ മൂഢന്മാരായതുകൊണ്ട് പറഞ്ഞു കൊടുക്കുന്നില്ല, അറിവില്ലാത്തത് കൊണ്ട് പറഞ്ഞു കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ അറിഞ്ഞിട്ടും പറഞ്ഞു കൊടുക്കുന്നില്ല. അറിഞ്ഞിട്ട് പറഞ്ഞു കൊടുക്കാത്തവര് കള്ളന്മാരാണ്. അപ്പോ നമ്മുടെ ചുറ്റുമുള്ളവരെ ധർമ്മത്തിലേക്ക് നയിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണെന്ന് ഓരോരുത്തരും ചിന്തിക്കണം. എല്ലാവരെയും മോക്ഷമാർഗത്തിലേക്ക് കൈപിടിച്ച് നടത്തണം. എല്ലാവരും രക്ഷപ്പെടണം എന്ന് കരുതണം. അവരാണ് യഥാർത്ഥ സുഹൃത്തുക്കൾ, വെൽവിഷേഴ്സ്, നല്ല മനുഷ്യർ. ഇവിടെ സാധാരണ ജനങ്ങളെല്ലാം ജനോ ജനസ്യ ആദിശത്തെ അസതീമതി. നീ ആ സീരിയൽ കണ്ടോ, ഈ സീരിയൽ കണ്ടോ, ആ സിനിമ കണ്ടോ, ഈ സിനിമ കണ്ടോ, ആ നോവൽ വായിച്ചോ, ആ പുസ്തകം വായിച്ചോ, ടി വിയിൽ ഇന്ന പരിപാടി കണ്ടോ, അല്ലെങ്കിൽ ഇന്ന ഷോപ്പിൽ പോയി ഇന്ന സാധനം വാങ്ങിച്ചോ, ഇന്ന ജ്വല്ലറി പോയിട്ട് ഇന്ന ജ്വല്ലറി വാങ്ങിച്ചോ, സാരി വാങ്ങിച്ചോ, ഉടുപ്പ് വാങ്ങിച്ചോ, ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറയാനുള്ളൂ മൂഢജനങ്ങൾക്ക്. നീ ഇന്ന ആളുടെ സത്സംഗം കേട്ടുവോ, ഇന്ന ഗുരുവിന്റെ ഉപദേശം കേട്ടുവോ, ഭാഗവതം കേട്ടുവോ, ഭഗവത്ഗീത കേട്ടുവോ, സഹസ്രനാമം ജപിച്ചുവോ, ദേവീമാഹാത്മ്യം പാരായണം ചെയ്തുവോ, നല്ല കാര്യങ്ങളിൽ പങ്കെടുത്തുവോ, ദാനധർമാദികൾ ചെയ്തുവോ, ആരെങ്കിലും ചോദിക്കാറുണ്ടോ? ചോദിച്ചില്ലേ? കേൾക്കുന്നവൻ ബോറടിച്ച് ഓടുന്നു വിചാരിച്ചിട്ട് ചോദിക്കാനും പേടിക്കും. ബോറടിച്ച് ഓടിയാ പോട്ടെ, അങ്ങനെയുള്ളവരൊന്നും നമ്മുടെ ചുറ്റും വരണ്ടാന്ന് വിചാരിക്കണം. അതിനുള്ള ധൈര്യം വേണം. ഉള്ളത് നല്ലത് പറയാനുള്ള ധൈര്യം എല്ലാവരും സമ്പാദിക്കണം. ഇത് ആളുകളെ പ്ലീസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് എല്ലാവരും പരിശ്രമിക്കുന്നത്. ഞാൻ അങ്ങനെ ചോദിച്ചാൽ, അങ്ങനെ പറഞ്ഞാൽ അവരെന്ത് വിചാരിക്കും? ഇതാണ് നമ്മുടെയൊക്കെ മനോഗതി. പറയാനുള്ളതൊന്നും പറയില്ല, എന്നിട്ട് മുറുമുറുക്കും. വല്ലവരോടും ചെവിയിൽ പറയും, നേരിട്ട് പറയാൻ ധൈര്യമില്ല. അതല്ല വേണ്ടത്. സത്യസന്ധരാവുക. അതിന്റെ പേരിൽ എന്ത് നഷ്ടം വന്നാലും വരട്ടെ. പരമാവധി മിതത്വം പാലിച്ചുകൊണ്ട് നമുക്ക് പറയാൻ ശ്രമിക്കാം. മറ്റുള്ളവർക്ക്, കേൾക്കുന്നവർക്ക് വലിയ വിരോധം തോന്നാത്ത രീതിയിൽ ഒരു മര്യാദയോടുകൂടി പരമാവധി നല്ല രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കാം. അത്രേ വേണ്ടൂ. അപ്പോ ജനോ ജനസ്യാദിശതേ അസതീം മതിം യയാ പ്രപദ്യേത ദുരത്യയം തമഃ. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? അസതീം മതി കൊണ്ട് യയാ പ്രപദ്യേത ദുരത്യയം തമഃ. ദുരത്യയം, കരകയറാൻ പറ്റാത്തത്, അത്യയം ചെയ്യാൻ പറ്റാത്തത്, അതിക്രമിക്കാൻ പറ്റാത്തതായിട്ടുള്ള തമസ്സിലേക്ക് പ്രപദ്യത പ്രാപിക്കുന്നു. വലിയ പൊട്ടക്കിണറ്റിലേക്ക്, അന്ധകാര കൂപങ്ങളിലേക്ക് പതിക്കുന്നു. വഴിതെറ്റിപ്പോകുന്നവനെ നീ തെറ്റായ വഴിയാണ് പോകുന്നത് എന്ന് പറയാത്തത് കൊണ്ട് അവൻ എന്താവുന്നു? അവൻ അന്ധകാരപൂർണമായിട്ടുള്ള പൊട്ടക്കിണറ്റുകളിലേക്ക് പതിക്കുന്നു. ചതിയല്ലേ ഇത്? വഞ്ചനയല്ലേ? പൊട്ടക്കിണറ്റിലേക്ക് പോകുന്നവനെ, എടാ നീ പൊട്ടക്കിണറ്റിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയാനുള്ള ധൈര്യം കാണിക്കൂ. പോകുന്നവരെ തെറ്റായ വഴിക്കാണ് പോകുന്നതെന്ന് പറയാനുള്ള ധൈര്യം കാണിക്കണം. അല്ലെങ്കിൽ അവൻ എന്തോ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ കണ്ണടച്ച് ഇരുട്ടാക്കുകയാണ്. ഞാനൊന്നും കണ്ടില്ലേ, ഞാനൊന്നും അറിഞ്ഞില്ലേ എന്ന് പറഞ്ഞിട്ട്. ഇങ്ങനെയുള്ള സമൂഹം ശരിയല്ല.
തെറ്റ് കണ്ടിട്ട് കണ്ണടയ്ക്കുന്ന സമൂഹം ശരിയല്ല, നല്ല സമൂഹമല്ല. എല്ലാവരും സ്വാർത്ഥരായി അവരവരുടെ കാര്യം മാത്രം നോക്കുക. യയാ പ്രപദ്യേത ദുരത്യയം തമഹ, അതിക്രമിക്കാൻ പറ്റാത്ത തമസ്സിനെയാണ് പ്രാപിക്കുന്നത്. ത്വം തു അവ്യയം ജ്ഞാനം അമോഘം അഞ്ജസാ പ്രപദ്യതേ യേന ജനോ നിജം പദം. എന്നാൽ ത്വം തു, അങ്ങാകട്ടെ, ശരിയായ ഗുരുവായ അങ്ങാകട്ടെ, ഈശ്വരൻ തന്നെ ഗുരുവായി വന്നിരിക്കുന്നു, അങ്ങനെയുള്ള അങ്ങാകട്ടെ, അവ്യയം അമോഘം ജ്ഞാനം ആദിശസേ, അവ്യയമായതും അമോഘമായതുമായിട്ടുള്ള ജ്ഞാനത്തെ ആദിശസേ, ആദേശിക്കുന്നു. അവ്യയം നാശരഹിതമായിട്ടുള്ളത്, ഏറ്റവും ക്ഷേമത്തെ നൽകുന്നതായിട്ടുള്ള, അമോഘമായിട്ടുള്ള, നിഷ്ഫലമാകാത്ത, സഫലമായിട്ടുള്ള ജ്ഞാനത്തെ, പ്രയോജനമുള്ള ജ്ഞാനത്തെ ആദിശസേ, ആദേശിക്കുന്നു, ഉപദേശിക്കുന്നു. ഏന ജനഃ അഞ്ജസാ നിജം പദം പ്രപദ്യത. ഏന, ഏതൊരു ഉപദേശം കൊണ്ട്, ഏതൊരു ജ്ഞാനം കൊണ്ട്, ജനഃ ജനങ്ങൾ, അഞ്ജസ എളുപ്പത്തിൽ, പ്രയാസം കൂടാതെ, നിജം പദം പ്രപദ്യതേ, ആ സ്വന്തം സ്ഥാനത്തെ, സ്വന്തം സ്വരൂപത്തെ പ്രാപിക്കുന്നു. അവര് ദുരത്യയമായ തമസ്സിലേക്കല്ല പോകുന്നത്. യഥാർത്ഥ ഗുരുവിനെ കിട്ടിക്കഴിഞ്ഞാൽ ആ ഗുരു അവനെ ശരിയായ വഴിയിൽ നയിച്ച് ആത്മസ്വരൂപത്തിലേക്ക് നയിക്കുന്നു, ആത്മസ്വരൂപത്തെ പ്രാപിപ്പിക്കുന്നു. മറ്റുള്ളവരൊക്കെ അന്ധേനൈവ നീയമാനായതാന്താഹ, പൊട്ടക്കണ്ണന്മാരാൽ നയിക്കപ്പെടുന്ന പൊട്ടക്കണ്ണന്മാരായി പൊട്ടക്കിണറ്റിൽ വീണ് നശിക്കുന്നു. അപ്പോ ആ ഭഗവാൻ യഥാർത്ഥ ഗുരുവായി യഥാർത്ഥ ജ്ഞാനത്തെ ഉപദേശിച്ച് വഴിതെറ്റിപ്പോകുന്ന ജനങ്ങളെ നേരായ വഴിയിൽ നയിച്ച് ആത്മസ്വരൂപത്തെ പ്രാപിപ്പിക്കുന്നു, അവരുടെ ജന്മസാഫല്യത്തെ നൽകുന്നു. അങ്ങനെയുള്ള ഗുരുവാണ് അങ്ങ് എന്ന് പറഞ്ഞ് ആ ഭഗവാനെ സ്തുതിക്കുകയാണ്. ത്വം സർവലോകസ്യ സുഹൃത് പ്രിയേശ്വരോ ഹ്യാത്മാ ഗുരുർജ്ഞാനമഭീഷ്ടസിദ്ധിഃ തദാപി ലോകോ ന ഭവന്തമന്ദദീഃ ജാനാതി സന്തം ഹൃദി ബദ്ധകാമഃ. ത്വം സർവലോകസ്യ സുഹൃത് പ്രിയേശ്വരോ ഹ്യാത്മാ ഗുരുരു ജ്ഞാനം അഭീഷ്ടസിദ്ധിഃ തദാപി ലോകോ ന ഭവന്തം അന്ധദീഃ ജാനാതി സന്തം ഹൃദി ബദ്ധകാമഃ. ത്വം സർവലോകസ്യ സുഹൃത്ത്, ഹേ ഭഗവാനെ, അങ്ങാകട്ടെ സർവലോകരുടെയും സുഹൃത്താണ്. സുഹൃത്ത് എന്നാൽ വെൽവിഷർ. സുഷ്ടു ഹൃദയം അസ്യ, നമ്മൾക്ക് നല്ലത് വരണം എന്ന് ആര് കാംക്ഷിക്കുന്നുവോ അവരാണ് നമ്മുടെ യഥാർത്ഥ സുഹൃത്തുക്കൾ. നമ്മുടെ നന്മയിൽ സന്തോഷിക്കുന്നവർ, നമ്മൾക്ക് വിഷമം ഉണ്ടാകുമ്പോൾ വിഷമിക്കുന്നവർ, നമ്മളോട് കരുണ കാണിക്കുന്നവർ, യഥാർത്ഥ സ്നേഹമുള്ളവർ, അവരാണ് യഥാർത്ഥ സുഹൃത്തുക്കൾ. അപ്പോൾ ഭഗവാൻ ഇവിടെ സർവലോകസ്യ സുഹൃത്ത്, എല്ലാ ലോകരുടെയും നന്മയെ മാത്രം കാംക്ഷിക്കുന്ന ആളാണ് ഭഗവാൻ. പ്രിയേശ്വര, പ്രിയനായ ഈശ്വരനാണ്. എല്ലാവർക്കും പ്രേമപൂർവം എല്ലാവരെയും നയിക്കുന്നവനാണ്, നിയന്ത്രിക്കുന്നവനാണ് ഭഗവാൻ. എല്ലാവരുടെ ഹൃദയത്തിലും ഭഗവാൻ ഇരിക്കുന്നുണ്ട്. എല്ലാവർക്കും നല്ലത് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്. മനസ്സാക്ഷിയായിട്ട് ഉള്ളിലിരുന്നു കൊണ്ട് നല്ലത് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട് ഭഗവാൻ, ഈശ്വരനായിട്ട്, നിയന്താവായിട്ട്. അപ്പൊ എല്ലാവരുടെയും പ്രിയേശ്വരനാണ് ഭഗവാൻ. മാത്രമല്ല ആത്മാ, എല്ലാവരുടെയും അന്തരാത്മാവാകുന്നു, എല്ലാവരുടെയും സ്വത്വമാകുന്നു ഭഗവാൻ. ഭഗവാനിൽ നിന്ന് അന്യമായിട്ട് നമുക്കൊരു നിലനിൽപ്പേ ഇല്ല. അപ്പൊ നമ്മുടെ എല്ലാം ഭഗവാനാകുന്നു ആത്മാ. മാത്രമല്ല അഭീഷ്ടസിദ്ധി, അഭീഷ്ടസിദ്ധിയെ നൽകുന്നവനുമാകുന്നു, അഭീഷ്ടത്തെ സാധിപ്പിക്കുന്നവനുമാകുന്നു. ജ്ഞാനം, ജ്ഞാനസ്വരൂപനാകുന്നു, ബോധസ്വരൂപനാകുന്നു, ചൈതന്യസ്വരൂപനാകുന്നു. പ്രജ്ഞാനം ബ്രഹ്മ, നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലുള്ള ബോധം ആരാണ്?
ഭഗവാൻ തന്നെയാണ് യോന്തഃ പ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖില ശക്തിധര സ്വദാംന അന്യാൻ ച ഹസ്തചരണ ശ്രവണത്വഗാദീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. നമ്മുടെ ഉള്ളിൽ ആ ബോധസ്വരൂപമായി നമ്മളെ എല്ലാ അറിവും നൽകുന്ന, നമ്മുടെ ഇന്ദ്രിയങ്ങളെയൊക്കെ ചേഷ്ടിപ്പിക്കുന്ന, പ്രവർത്തിപ്പിക്കുന്ന എല്ലാ സെൻസുകളും നമുക്ക് ആരുടെ അനുഗ്രഹം കൊണ്ട് അറിയാൻ കഴിയുന്നു, പ്രവർത്തിക്കുന്നുവോ, ജ്ഞാനം, ആ ചൈതന്യ സ്വരൂപൻ, ജ്ഞാനം ഗുരുഹു, നമ്മുടെ എല്ലാം ഉപദേഷ്ടാവുമാകുന്നു. ഇപ്പൊ ഭഗവാൻ സർവലോകസ്യ സുഹൃത്ത്, സർവലോകസ്യ പ്രിയേശ്വര, സർവലോകസ്യ ആത്മാ, സർവലോകസ്യ ഗുരുഹു, സർവലോകസ്യ ജ്ഞാനം, സർവലോകസ്യ അഭീഷ്ടസിദ്ധി. എല്ലാവർക്കും ഭഗവാൻ തന്നെയാണ് എല്ലാം എല്ലാം. തദാപി, ഇങ്ങനെയൊക്കെ ആയിട്ടും എല്ലാമായിട്ടും ഭഗവാനാണ് എല്ലാം, എന്നിട്ടും ലോകോ ന ഭവന്തം അന്തദീഹി ജാനാതി. ലോകഃ അന്തദീഹി, ലോകം അന്ധബുദ്ധികളാണ്, മൂഢബുദ്ധികളാണ്, അജ്ഞാനം കൊണ്ട് മറയ്ക്കപ്പെട്ട ബുദ്ധിയാണ്. അതാണ് അന്തദീ, കുണ്ഠിതമായിട്ടുള്ള ബുദ്ധി എന്ന് വെച്ചാൽ ആവരണം ചെയ്യപ്പെട്ട ബുദ്ധി, അജ്ഞാനത്താൽ ആവൃതമായിട്ടുള്ള ബുദ്ധി കൊണ്ട് ലോകഃ എന്ത് ചെയ്യുന്നില്ല, ഭവന്തം ന ജാനാതി, അങ്ങയെ അറിയുന്നില്ല. എങ്ങനെയുള്ള അങ്ങയെ? ഹൃദി സന്തം, എല്ലാവരുടെ ഹൃദയത്തിലും കുടികൊള്ളുന്നവൻ, ഹൃദയത്തിൽ സത്തായിരിക്കുന്നവൻ, ഉണ്മയായിരിക്കുന്നവൻ, ഹൃദയത്തിൽ കുടികൊള്ളുന്നവൻ. അപ്പൊ ഓരോരുത്തരുടെ ഹൃദയത്തിലും ആത്മസ്വരൂപനായി ഈശ്വരനായി ഭഗവാൻ കുടികൊള്ളുന്നുണ്ടെങ്കിലും ആരും അറിയുന്നില്ല. എന്തുകൊണ്ട്? അന്ധദീഹി, മൂഢബുദ്ധികൾ, ബദ്ധകാമഹ എന്നാണ്. എന്തുകൊണ്ടാണ് അവർ കാണാത്തത്? ബദ്ധകാമഹ, കാമത്താൽ ബന്ധിക്കപ്പെട്ടവരായിട്ട്, അവരുടെ സ്വാർത്ഥത കൊണ്ട് അന്ധതീയാണ് അവര്. സ്വാർത്ഥതകളാണ്, അറിവില്ലായ്മ കൊണ്ടുണ്ടായിട്ടുള്ള സ്വാർത്ഥതകൾ വീണ്ടും വീണ്ടും അവരുടെ ഉള്ളില് ഭഗവാനെ അറിയാൻ സമ്മതിക്കുന്നില്ല. നമ്മുടെ ഹിരണ്യകശിപുവിനെ പോലെ, ഹിരണ്യാക്ഷനെ പോലെ അവർക്കൊക്കെ ഹൃദയത്തിൽ ഭഗവാൻ ഒളിച്ചിരിക്കുന്നുണ്ടെങ്കിലും മറഞ്ഞിരിപ്പുണ്ടെങ്കിലും അവർ കണ്ടില്ല, അവർ ഉള്ളിലേക്ക് നോക്കിയില്ല, അവർ ബഹിർമുഖരായിരുന്നു. ഭഗവാനെ വൈകുണ്ഠത്തിൽ ചെന്ന് അന്വേഷിച്ച് കാണാനില്ല, അങ്ങനെ ഒരാളില്ല, അല്ലെങ്കിൽ അയാൾ എന്നെ പേടിച്ച് രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ അയാൾ നശിച്ചുപോയി എന്ന് പ്രഖ്യാപിച്ച ആ ഹിരണ്യകശിപുവിനെ പോലെ ആസുര സ്വഭാവം കൊണ്ട് ബദ്ധകാമന്മാരായിട്ടുള്ള നമ്മൾ നമ്മുടെ ഹൃദയത്തിൽ പ്രകാശിക്കുന്ന ഗുരുസ്വരൂപനായ ഭഗവാനെ കാണുന്നില്ല. നമ്മുടെ ഉള്ളിൽ ഇരുന്നു കൊണ്ട് ആ ഗുരു ഉപദേശിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. അത്യന്തം അന്ധകരണ ശുദ്ധിയുള്ളവർക്കും സൂക്ഷ്മ ബുദ്ധിയുള്ളവർക്കും ആ ഉള്ളിലിരിക്കുന്ന ഗുരുസ്വരൂപനായ ഭഗവാന്റെ ഉപദേശങ്ങൾ നിരന്തരം കേൾക്കാനാകും. മറ്റൊരു ഗുരുവിന്റെ ആവശ്യം വരില്ല. അപ്പം ഉള്ളിൽ തന്നെയുണ്ട് ഗുരു. മഹാത്മാക്കൾക്കൊക്കെ അങ്ങനെയാണ്. രാമകൃഷ്ണ പരമഹംസരും രമണ മഹർഷിയും ഒക്കെ പേരിന് മറ്റു ഗുരുക്കന്മാരെ സമീപിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. അവർക്കൊന്നും അതിന്റെ ആവശ്യം വന്നിട്ടില്ല. ചില പേരിന് ചില ഗുരുക്കന്മാർ അവരുടെ അടുത്തേക്ക് വന്നിട്ടുണ്ട്, അവരെ അനുഗ്രഹിക്കാനെന്ന മട്ടില്, സനാതനധർമ്മത്തിന്റെ ഒരു വൈഭവമായിട്ട്. അവർക്ക് അതിന്റെ ആവശ്യമില്ല. അതുപോലെ നാരായണ ഗുരുദേവനോ ചട്ടമ്പി സ്വാമികളോ ഒക്കെ ചില മഹാപുരുഷന്മാരുടെ അടുത്തൊന്ന് പോയി അവരുടെ സംശയം നിവർത്തിക്കാൻ വേണ്ടി മാത്രം. അവര് ഏതൊരു തത്വത്തെ അറിഞ്ഞുവോ ആ തത്വം ശാസ്ത്രങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ആ തത്വം തന്നെയാണോ എന്ന് വാലിഡേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് പലർക്കും, പല മഹാത്മാക്കൾക്കും ഓരോ ഗുരുക്കന്മാർ. അന്ധകരണ ശുദ്ധിയുള്ളവർക്ക് പുറത്ത് മറ്റൊരു ഗുരുവിന്റെ ആവശ്യം വരില്ല. അതില്ലാത്തവർക്കാണ് എത്ര ഉപദേശിച്ചാലും കാര്യമില്ല. തീരെ അന്ധകരണ ശുദ്ധിയില്ലാത്ത മൂഢജനങ്ങൾക്ക് എത്ര ഗുരുക്കന്മാർ, എത്ര പ്രഗത്ഭന്മാരുണ്ടായിട്ടും കാര്യമില്ല. ജഗത് ഗുരുക്കന്മാർ വന്നാലും
അവരുടെ ഉള്ളിലെ വെളിച്ചം വീശാൻ പ്രയാസമാണ്, അത്രയ്ക്ക് ഇരുട്ടാണ്. നമ്മൾ എവിടെ നിൽക്കണമെന്ന് സ്വയം ചിന്തിക്കുക. എന്തെങ്കിലും ചെറിയ ഇരുട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗുരുക്കന്മാരുടെ അനുഗ്രഹം കൊണ്ട് അത് നീങ്ങട്ടെ, അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. അപ്പോൾ ഹൃദി സന്തം ഭവന്തം ന ജാനാതി, എല്ലാവരുടെ ഹൃദയത്തിലും കുടികൊള്ളുന്നവനാണ് ഭഗവാൻ. ആ ഭഗവാനെ ബദ്ധകാമന്മാരായതുകൊണ്ട്, കാമത്താൽ ബന്ധിക്കപ്പെട്ടവരായതുകൊണ്ട് അവർക്ക് ബുദ്ധി മൂടപ്പെട്ടിരിക്കുന്നു. ബുദ്ധി കൊണ്ടാണ് ഭഗവാനെ അറിയേണ്ടത്. ആകെയുള്ള ഉപകരണം നമ്മുടെ കയ്യിൽ ബുദ്ധിയാണ്. ഉപനിഷത്തൊക്കെ അത് പറയുന്നുണ്ട്. സൂക്ഷ്മമായിട്ടുള്ള ബുദ്ധി കൊണ്ടാണ് ഹൃദയ ഗുഹയിലിരിക്കുന്ന ആ ഭഗവാനെ സാക്ഷാത്കരിക്കേണ്ടത്. ആ ബുദ്ധി സൂക്ഷ്മമാവണം. ആ സൂക്ഷ്മമാവാത്തത് കാമം നിറഞ്ഞിരിക്കുന്നത് കൊണ്ടാണ്. ബദ്ധകാമ, കാമമാകുന്ന അഴുക്ക് ബുദ്ധിയെ മന്ദീഭവിപ്പിച്ചിരിക്കുന്നു. ത്വം സർവലോകസ്യ സുഹൃത്പ്രിയേശ്വരോ ഹ്യാത്മാ ഗുരുജ്ഞാനമഭീഷ്ടസിദ്ധിഃ തദാപി ലോകോ ന ഭവന്തമന്ദധീഃ ജാനാതി സന്തം ഹൃദി ബദ്ധകാമഃ തം ത്വാമഹം ദേവവരം വരേണ്യം പ്രപദ്യ ഈശം പ്രതിബോധനായ ചിന്ത്യത്തദീപൈർഭഗവൻ വചോഭിഃ ഗ്രന്ഥീൻ ഹൃദയാൻ വിവൃണുസ്വമോഘഃ തം ത്വാമഹം ദേവവരം വരേണ്യം പ്രപദ്യ ഈശം പ്രതിബോധനായ ചിന്ത്യത്തദീപൈർഭഗവൻ വചോഭിഃ ഗ്രന്ഥീൻ ഹൃദയാൻ വിവൃണുസ്വം ഓഘഃ തം ത്വാം അഹം ദേവവരം വരേണ്യം പ്രപദ്യേ ഈശം പ്രതിബോധനായ. അപ്പോ തം ത്വാം അഹം, അങ്ങനെയുള്ള അങ്ങയെ, അഹം ഞാൻ എന്ത് ചെയ്യണു? പ്രപദ്യേ എന്നാണ്. പ്രപദ്യേ എന്ന് പറഞ്ഞാൽ ശരണം പ്രപദ്യേ, ശരണം പ്രാപിച്ചിരിക്കുന്നു. അങ്ങ് ആരാണ്? ത്വാം ദേവവരം, ദേവന്മാരിൽ വെച്ച് വരനാണ്, ശ്രേഷ്ഠനാണ്, വരേണ്യനാണ്, എല്ലാവരാലും വരിക്കാൻ യോഗ്യനാണ്. അങ്ങയെ വരിച്ചാലാണ് ഏറ്റവും വലിയ പ്രയോജനം. ആത്യന്തികമായിട്ടുള്ള ദുഃഖ നിവൃത്തിക്ക് അങ്ങയെ തന്നെ വരിക്കണം. അങ്ങനെയുള്ള വരേണ്യനായിരിക്കുന്ന ത്വാം ഈശം, അങ്ങ് ഈശനാണ്, എല്ലാറ്റിൻ്റെയും നിയന്താവാണ്. ആ നിയന്താവായിരിക്കുന്ന അങ്ങയെ അഹം പ്രപദ്യ, എന്തിനായിക്കൊണ്ട്? പ്രതിബോധനായ, എന്റെ നേർക്ക് എനിക്ക് ഉപദേശം നൽകാനായിക്കൊണ്ട്, എന്നെ പ്രതിബോധിപ്പിക്കുവാനായിക്കൊണ്ട്, എന്നോട് നേരിൽ നിന്നുകൊണ്ട് എന്റെ അജ്ഞാനത്തെ നീക്കിത്തരാൻ, എന്റെ ഉള്ളിൽ ബോധമുണ്ടാക്കാൻ, അറിവ് നൽകാനായിക്കൊണ്ട് അങ്ങയെ ഞാൻ ശരണം പ്രാപിക്കുന്നു. ഈശ്വരനായ, ദേവവരനായ, വരേണ്യനായ അങ്ങയെ ശരണം പ്രാപിക്കുന്നു. അങ്ങയോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. ചിന്തി അർത്ഥദീപൈഹി ഭഗവൻ വചോഭിഹി ഗ്രന്ഥീൻ ഹൃദയാൻ വിവൃണുസ്വം ഓഘഃ. അപ്പോ പ്രാർത്ഥന എന്താണ്? ചിന്തി, ഛേദിച്ചു തരണം. എന്താ ഛേദിക്കേണ്ടത്? ഹൃദയാൻ ഗ്രന്ഥീൻ, എന്റെ ഹൃദയത്തിലുള്ള ഗ്രന്ഥികളെ, എന്റെ ഹൃദയത്തിലുള്ള കെട്ടുകളെ, ബന്ധനങ്ങളെ, അവിദ്യ, കാമം, കർമ്മം എന്നുള്ളതായിട്ടുള്ള കെട്ടുകളെ മുഴുവൻ മുറിച്ചു തരണം. ചിന്തി. എങ്ങനെ? ഇവിടെ ഏതാണ് ആയുധം? വചോഭിഹി, വാക്കുകളെ കൊണ്ടാണ് എന്റെ ഉള്ളിലുള്ള ഹൃദയഗ്രന്ഥികളെ മുറിക്കേണ്ടത്. എങ്ങനെയുള്ള വാക്കുകളെ കൊണ്ട്? അർത്ഥദീപൈഹി വചോഭിഹി, അർത്ഥദീപങ്ങൾ എന്ന് പറഞ്ഞാല് ആ പരമാർത്ഥത്തെ, അർത്ഥം പരമാർത്ഥം, അതിനെ ദീപിപ്പിക്കുക, പ്രകാശിപ്പിക്കുക. അപ്പൊ പരമാർത്ഥ തത്വം പ്രകാശിപ്പിക്കുന്ന വാക്കുകളെ കൊണ്ട്, തത്വമസ്യാദി മഹാവാക്യങ്ങളെ കൊണ്ട്, അതാണ്. അപ്പൊ ഇവിടെ ഈ ഹൃദയഗ്രന്ഥികളെ മുറിക്കാനുള്ള ആയുധം ഭഗവാന്റെ വാക്കാണ്. ഗുരുക്കന്മാരുടെ വാക്കുകളാണ് നമ്മുടെ ഹൃദയഗ്രന്ഥിയെ മുറിക്കുന്നത്. അത് അർത്ഥദീപങ്ങളാവണം. പരമാർത്ഥ തത്വത്തെ ദീപിപ്പിക്കുന്നത്, പ്രകാശിപ്പിക്കുന്നതായിട്ടുള്ള ആ വാക്കുകളെ കൊണ്ട് ഹൃദയാൻ ഗ്രന്ഥീൻ ചിന്തി, എന്റെ ഹൃദയഗ്രന്ഥികളെ, എന്റെ ഉള്ളിലുള്ള അജ്ഞാന ബന്ധനങ്ങളെ
എന്റെ ഉള്ളിലുള്ള സകല ഇരുട്ടിനെയും അങ്ങയുടെ വാക്കുകളാകുന്ന ദീപങ്ങളെ കൊണ്ട് പ്രകാശിപ്പിച്ചാലും. വെളിച്ചം കിട്ടിക്കഴിഞ്ഞാൽ ഇരുട്ടത്തുള്ള സകല കൺഫ്യൂഷനും തീരും, എല്ലാ കെട്ടുകളും ഊരിയെടുക്കാൻ കഴിയും. കാണായ്മ കൊണ്ടാണ് കെട്ടിന്റെ എങ്ങനെയൊക്കെയാണ് കെട്ട് പെട്ടിരിക്കുന്നത് എന്ന് അറിയായിക കൊണ്ടാണ് കെട്ട് വീണ്ടും വീണ്ടും കുരുങ്ങുന്നത്, മുറുകുന്നത്. കെട്ടഴിക്കാനുള്ള തെളിച്ചം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ കെട്ട് അഴിച്ചെടുക്കാൻ കഴിയും. അപ്പോ അങ്ങ് എന്റെ ഉള്ളിലുള്ള ഹൃദയഗ്രന്ഥികളെ ഛേദിച്ചാലും സ്വം ഓകഹ വിവൃണു. സ്വം ഓകഹ, അങ്ങയുടെ സ്വരൂപത്തെ, വാസസ്ഥാനം എന്നാണ് ഓകസ് എന്നുള്ള വാക്കിനർത്ഥം. ഇവിടെ വാസസ്ഥാനം എന്ന് പറഞ്ഞാൽ അങ്ങ് എന്തിലാണ് വസിക്കുന്ന അങ്ങയുടെ സ്വരൂപം. സ്വം ഓകഹ, സ്വസ്വരൂപത്തെ വിവൃണു, അനാവരണം ചെയ്താലും. അങ്ങയുടെ സ്വരൂപം അനാവരണം ചെയ്താൽ അത് എന്റെയും സ്വരൂപം തന്നെയാണ്, അത് ഈ ജഗത്തിന്റെയും സ്വരൂപമാണ്. അപ്പൊ പരമസത്യത്തെ തന്നെ അങ്ങ് അനാവരണം ചെയ്താലും. ഹിരൺമയേന പാത്രേണ സത്യസ്യാഭിഹിതം മുഖം തത്വം പൂഷൻ അപാവൃണു സത്യധർമായ ദൃഷ്ടയേ. ഉപനിഷത്തിലൊരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന തന്നെയാണ് ഇവിടെ ഗുരുവിനോടുള്ള പ്രാർത്ഥനയായി ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. അവിടെ സൂര്യഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. ഹേ പൂഷൻ. ശുക്ലയജുർവേദത്തിലെ ഗുരു സൂര്യഭഗവാനാണ്. ഈശാവാസ്യോപനിഷത്ത് ശുക്ലയജുർവേദാന്തർഗതമാണ്. ആ ശുക്ലയജുർവേദത്തിലെ ഗുരുവായി ഉപദേശം ചെയ്യുന്നത് സാക്ഷാൽ സൂര്യഭഗവാനാണ്. യാജ്ഞവൽക്യന് സൂര്യഭഗവാനിൽ നിന്നാണ് ആ ശുക്ലയജുർവേദ ഉപദേശങ്ങൾ മുഴുവൻ ലഭിച്ചത്. അപ്പോ ആ ശുക്ലയജുർവേദത്തിലെ ഈശ്വരനും ഗുരുവുമായിട്ടുള്ള സൂര്യനെ നോക്കിക്കൊണ്ട് ആ ശിഷ്യൻ പ്രാർത്ഥിക്കുന്നു. ഹേ പൂഷൻ ത്വം അപാവൃണു. എന്ത്? ആ ഹിരൺമയേന പാത്രേണ സത്യസ്യ അപിഹിതം മുഖം. സത്യത്തിന്റെ മുഖം സ്വർണമയമായ പാത്രത്താൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു. അത് ഹേ പൂഷൻ ത്വം അപാവൃണു, അനാവരണം ചെയ്തു തരൂ, നീക്കിത്തരൂ. ആ മൂടി നീക്കി ഉള്ളിലുള്ള സത്യത്തെ പ്രകാശിപ്പിച്ചാലും. തത്വം പൂഷൻ അപാവൃണു സത്യധർമായ ദൃഷ്ടയേ. സത്യധർമാദികൾ ആചരിച്ച് അന്ധക്കരണ ശുദ്ധിയുള്ള എനിക്ക് ഈ സത്യം ദർശിക്കുവാനുള്ള അനുഗ്രഹം ചെയ്താലും. യോഗ്യതയുള്ള ആളുകൾക്ക് അത് കാണാൻ കഴിയുള്ളൂ. സത്യധർമ്മനായ എനിക്ക് ദർശിക്കുവാനായിക്കൊണ്ട് അനാവരണം ചെയ്താൽ. ഇവിടെ അത് തന്നെയാണ്. ചിന്ത്യർത്ഥദീപൈർ ഭഗവൻ വചോഭി ഗ്രന്ഥീൻ ഹൃദയാൻ വിവൃണുസ്വം ഓക. അങ്ങ് എന്റെ ഹൃദയഗ്രന്ഥികളെ അങ്ങയുടെ പരമാർത്ഥത്തെ പ്രകാശിപ്പിക്കുന്ന വാക്കുകളെ കൊണ്ട് ഹൃദയഗ്രന്ഥികളെ ഛേദിച്ച് അങ്ങയുടെ സ്വരൂപത്തെ അങ്ങ് എന്റെ മുമ്പിൽ അനാവരണം ചെയ്താലും, സ്വരൂപത്തെ പ്രകാശിപ്പിച്ചാലും ഞാൻ അങ്ങയെ ദർശിക്കട്ടെ, അങ്ങയുടെ യഥാർത്ഥ സ്വരൂപം ദർശിക്കട്ടെ. ഇപ്പൊ ഞാൻ അങ്ങയെ മത്സ്യരൂപത്തിലാണ് ദർശിച്ചിരിക്കുന്നത്. ഈ മത്സ്യം മായാമത്സ്യമാണ്. ഇത് വേഷം കെട്ടാണ് അങ്ങയുടെ. ഇത് പരമാർത്ഥമല്ല. അങ്ങയുടെ പാരമാർത്ഥിക സ്വരൂപത്തെയാണ് എനിക്ക് അറിയേണ്ടത്. അതിന് അനുഗ്രഹിച്ചാലും. അങ്ങയുടെ പാരമാർത്ഥിക സ്വരൂപം ഞാൻ അറിയുന്നതോടുകൂടി എല്ലാ പരമാർത്ഥവും എന്നാൽ അറിയപ്പെടുന്നു. ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ സത്തയെ ഞാൻ കാണുന്നു. എന്റെ സത്തയെ ഞാൻ സാക്ഷാത്കരിക്കുന്നു. സത്യം പരം ധീമഹി. സത്യം പരം ധീമഹി. തം ത്വാമഹം ദേവവരം വരേണ്യം പ്രപദ്യ ഈശം പ്രതിബോധനായ ചിന്ത്യർത്ഥദീപൈർഭഗവൻ വചോഭിഃ ഗ്രന്ഥീൻ ഹൃദയാൻ വിവൃണുസ്വമോഘഃ. ഇപ്പൊ ഈ പ്രാർത്ഥനകളൊക്കെ വെറുതെ വാക്കുകളുടെ അർത്ഥം പഠിച്ചു വെച്ച് ഞാനും ഭാഗവതത്തിലെ ഇന്ന ഭാഗങ്ങളൊക്കെ പഠിച്ചു, എനിക്കിതിന്റെ അർത്ഥങ്ങളൊക്കെ അറിയാം എന്ന് അഭിമാനിക്കാൻ വേണ്ടി ആവരുത്. ഈ പ്രാർത്ഥനകൾ നമ്മുടെ പ്രാർത്ഥനകളായി ആത്മാർത്ഥമായി മാറണം. നമ്മളെ ശുദ്ധീകരിച്ച് നമ്മുടെ ഉള്ളില് ആത്മജ്ഞാനമുണ്ടാക്കാനുള്ള പ്രാർത്ഥനകളായിട്ട് മാറണം. അപ്പോഴാണ് നമ്മൾ ഭാഗവതം വേണ്ടതുപോലെ ആസ്വദിക്കുന്നത്, ഉൾക്കൊള്ളുന്നത്. ഭാഗവതത്തിന്റെ അനുഗ്രഹം
എല്ലാവർക്കും ഉണ്ടാവട്ടെ. അല്ലാതെ വെറുതെ ശ്ലോകങ്ങൾ ചൊല്ലാൻ പഠിച്ചു, കാണാതെ പഠിച്ചു, അതിൻ്റെ അന്വയം പഠിച്ചു, വാക്കുകളുടെ അർത്ഥം പഠിച്ചു, വ്യാഖ്യാനിക്കാൻ പഠിച്ചു. ഞാൻ ആരാ മോൻ? അങ്ങനെയല്ല. നമ്മുടെയൊക്കെ ഉള്ളിൽ തട്ടട്ടെ, ഉള്ളിൽ നിന്നുള്ള, ഹൃദയത്തിൽ നിന്നുള്ള പ്രാർത്ഥനയായിട്ട് മാറട്ടെ. അപ്പം മാത്രമേ നമ്മളിൽ മാറ്റം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ പണ്ടത്തെ ശങ്കരൻ തെങ്ങുമ്മ തന്നെ എന്ന് പറഞ്ഞ പോലെ എത്ര ഭാഗവതം കേട്ടാലും ശങ്കരന്മാരൊക്കെ തെങ്ങുമ്മ തന്നെ ഇരിക്കും. എന്തെങ്ങുമേ ഇരുന്നാ മതിയോ ശങ്കര? ശങ്കരന്മാരെ മാറ്റം വരണ്ടേ? നാരായണ. ഓരോരുത്തർക്കും ഉള്ളിലൂടെ ഈ ഭാഗവതം ഇറങ്ങി, ഈ ഭാഗവത ഗംഗ എല്ലാവരെയും ശുദ്ധീകരിക്കട്ടെ. എല്ലാവരുടെ ഉള്ളിലുള്ള അഴുക്കുകള്, മാലിന്യങ്ങള്, അജ്ഞാനം എല്ലാം കഴുകിക്കളയട്ടെ. എല്ലാവർക്കും ഈശ്വരാനുഗ്രഹമുണ്ടാകട്ടെ, ആത്മജ്ഞാനമുണ്ടാകട്ടെ, ഗുരുക്കന്മാരുടെ അനുഗ്രഹമുണ്ടാകട്ടെ. എല്ലാവരും സജ്ജനങ്ങളായി ലോക അനുഗ്രഹം ചെയ്യുന്ന ആളുകളായി ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഈ സന്ദർഭത്തിൽ. കഥ തുടരുന്നു. ശ്രീശുക ഉവാച ഇത്യുക്തവന്തം നൃപതിം ഭഗവാനാദിപൂരുഷഃ മത്സ്യരൂപീ മഹാംബോധൗ വിഹരൻ തത്വമബ്രവീത്. ശ്രീശുക ഉവാച ഇത്യുക്തവന്തം നൃപതിം ഭഗവാനാദിപൂരുഷഃ മത്സ്യരൂപീ മഹാംബോധൗ വിഹരൻ തത്വമബ്രവീത്. ശ്രീശുക ഉവാച. ശുകബ്രഹ്മർഷി പരീക്ഷത്തിനോട് കഥ തുടരുന്നു. ഇത്ര നേരം രാജാവിന്റെ പ്രാർത്ഥനയായിരുന്നു. തുടരുകയാണ്. ഇതി ഉക്തവന്തം നൃപതിം, ഇങ്ങനെ പറഞ്ഞവനായ രാജാവിനോട്, സത്യവ്രത രാജാവിനോട്, ഭഗവാൻ ആദിപൂരുഷഃ മത്സ്യരൂപി. ആദിപൂരുഷഃ ഭഗവാനോട്. ആദിപൂരുഷഃ പ്രളയകാലത്തും ഉണ്ടായിരുന്ന പൂരുഷൻ. അദ്ദേഹത്തിൽ നിന്നാണ് ഈ പ്രപഞ്ചം മുഴുവൻ ഉണ്ടായത്. അതുകൊണ്ട് ആദിപൂരുഷൻ, ആദിനാരായണൻ എന്നൊക്കെ പറയുന്നത്. ആദികേശവൻ ആദിയാണ്. ഈ പ്രപഞ്ചത്തിന്റെ ആദി ആരാണോ അവനാണ് ഇവിടെ ആദിപൂരുഷൻ, ആദികേശവൻ, ആദിനാരായണൻ. ആ ആദിപൂരുഷഃ ഇവിടെ മത്സ്യരൂപി. മത്സ്യാവതാരരൂപി, മായാമത്സ്യരൂപി. അദ്ദേഹം മഹാംബോധൗ വിഹരന്, ആ പ്രളയജലത്തിൽ അമ്പുതിയിൽ വിഹരിച്ചുകൊണ്ട്, ക്രീഡിച്ചുകൊണ്ട്, തന്റെ കൊമ്പിൽ കെട്ടിയ നാവവുമായി സഞ്ചരിച്ചുകൊണ്ട് തത്വം അബ്രവീത്, തത്വത്തെ, ഉള്ളതിനെ, പരമാർത്ഥത്തെ പറഞ്ഞു കൊടുത്തു. കാരണം അർത്ഥദീപൈർവചോഭിഹി ഗ്രന്ഥീൻ ഹൃദയാൻ ഛിന്തി എന്നാണ് പ്രാർത്ഥിച്ചത്. അർത്ഥദീപങ്ങളായ വാക്കുകൾ, പരമാർത്ഥ തത്വം പ്രകാശിപ്പിക്കുന്ന വാക്കുകളെ കൊണ്ട് എന്റെ അജ്ഞാന ഗ്രന്ഥികളെ ഛേദിച്ചാലും. അപ്പൊ ഭഗവാൻ അത് പ്രാർത്ഥനയ്ക്കനുസരിച്ച് തന്നെ തത്വം അബ്രവീത്, പരമാർത്ഥ തത്വത്തെ, ഉള്ളതിനെ, ആ പരമസത്യത്തെ ഉപദേശിച്ചു. അബ്രവീത്. പുരാണസംഹിതാം ദിവ്യാം സാംഖ്യയോഗക്രിയാവതീം സത്യവ്രതസ്യ രാജർഷേഃ ആത്മഗുഹ്യം അശേഷതഃ. പുരാണസംഹിതാം ദിവ്യാം സാംഖ്യയോഗക്രിയാവതീം സത്യവ്രതസ്യ രാജർഷേഃ ആത്മഗുഹ്യം അശേഷതഃ. സാംഖ്യയോഗക്രിയാവതീം ദിവ്യാം പുരാണസംഹിതാം. എന്താണ് സത്യവ്രത രാജാവിന് മത്സ്യരൂപിയായ ഭഗവാൻ ആദിനാരായണൻ ഉപദേശിച്ചത്? സാംഖ്യയോഗ ക്രിയാവതീം. സാംഖ്യം, യോഗം, ക്രിയ എന്നിവയോട് കൂടിയത്.
ദിവ്യാം പുരാണ സംഹിത. പുരാണ സംഹിത എന്നത് സ്ത്രീലിംഗമായതുകൊണ്ട് ദിവ്യാമെന്ന് സ്ത്രീലിംഗ വിശേഷണം, ക്രിയാവതീമെന്ന് സ്ത്രീലിംഗ വിശേഷണം. പുല്ലിംഗമായിരുന്നെങ്കിൽ ദിവ്യം ക്രിയാവാൻ, അപ്പൊ ക്രിയാവന്തം എന്നായിരിക്കും പ്രയോഗം. നമ്മുടെ പുരാണ സംഹിത എന്ന ആകാരാന്ത സ്ത്രീലിംഗമായതുകൊണ്ട് മറ്റതെല്ലാം വിശേഷണങ്ങളും സ്ത്രീലിംഗത്തിൽ. അപ്പോ സാഖ്യം, യോഗം, ക്രിയ ഇവയോട് കൂടിയത്. സാഖ്യം എന്ന് പറഞ്ഞാല് ഈ പ്രപഞ്ച രഹസ്യത്തെ വെളിവാക്കുന്ന ജ്ഞാനമാണ് സാഖ്യം. ഈ പ്രപഞ്ചം എങ്ങനെയാണ് നിർമ്മിതമായിരിക്കുന്നത്, ഇതിന്റെ ഘടന എന്താണ്, ഇതിന്റെ ഉൽപ്പത്തി എങ്ങനെയാണ്, ഇതിന്റെ പ്രവർത്തനങ്ങൾ, ധർമ്മം എന്തൊക്കെയാണ്, ഇതാണ് സാഖ്യത്തിലെ വിഷയം. 24 തത്വങ്ങളുടെ ഉൽപ്പത്തിയും അവയുടെ പ്രവർത്തനവും, അതാണ് വിഷയം. അപ്പോ സാഖ്യം. അപ്പൊ പ്രപഞ്ചത്തെ സംബന്ധിച്ച് യതഃ പ്രവൃത്തിർഭൂതാനാം ഏന സർവമിതം തതം, ഈ കാര്യങ്ങളാണ് സാഖ്യം കൊണ്ട്. യോഗം എന്ന് പറഞ്ഞാലോ ഈ പരമാർത്ഥ തത്വത്തെ അറിയാനുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു ഫോൺ കോള് നോക്കട്ടെ. മൈസൂരിൽ നിന്നുള്ള സ്വാമിജിയുടെ എന്താ പറയുക റെപ്രസെന്റേറ്റീവ്, അദ്ദേഹത്തിന്റെ വലങ്കൈയായിട്ടുള്ള ആളാണ് വിളിക്കുന്നത്. അപ്പോൾ എടുക്കാതിരിക്കാനാവില്ല. നാരായണ. അപ്പോ യോഗം എന്ന് പറഞ്ഞാല് ഈ പരമാർത്ഥത്തെ സാക്ഷാത്കരിക്കാനുള്ളതായിട്ടുള്ള ഉപാസനാ വിധികൾ എല്ലാം എന്തൊക്കെ രീതിയിൽ നമ്മൾക്ക് യോഗ്യത നേടി ഈ തത്വവുമായി നമുക്ക് ഉറച്ചിരിക്കാൻ തടസ്സമായിരിക്കുന്ന തടസ്സങ്ങളൊക്കെ നീക്കുന്ന എല്ലാ ഉപാസനാ പദ്ധതികളും, അത് കർമ്മയോഗമാവാം, എല്ലാം യോഗം എന്ന ശബ്ദം കൊണ്ട് പ്രായോഗികമായിട്ടുള്ള പദ്ധതികൾ, എല്ലാ സാധനകളും, എല്ലാ മാർഗങ്ങളും അതൊക്കെ ഇതിൽ ഉപദേശിച്ചിട്ടുണ്ട്. അതാണ് യോഗം ശബ്ദം കൊണ്ട്. ക്രിയ എന്ന് പറയുമ്പോൾ അതും പൂജാവിധികൾ, അതുപോലെയുള്ള കർമ്മങ്ങൾ, വൈദികങ്ങളായ കർമ്മകാണ്ഡങ്ങളിൽ പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ, അതൊക്കെ ക്രിയ എന്ന ശബ്ദം കൊണ്ട് സൂചിപ്പിച്ചിരിക്കും. അപ്പോൾ ഏതൊക്കെ രീതിയിലുള്ള ക്രിയകളെ കൊണ്ടും ഏതൊക്കെ ഉപാസനാ വിധികളെ കൊണ്ടും ആ ഈശ്വര സാക്ഷാത്കാരം അല്ലെങ്കിൽ ആ തത്വ സാക്ഷാത്കാരം നേടാമോ, അങ്ങനെയുള്ള ദിവ്യാം പുരാണ സംഹിത, വളരെ ദിവ്യം, അലൗകികം, ഈശ്വരനാൽ ദേവനാൽ പറയപ്പെട്ടത് കൊണ്ടത് ദിവ്യം, ഭഗവാനാൽ പറയപ്പെട്ടത് ആ ദിവ്യമായിരിക്കുന്ന പുരാണ സംഹിത. പുരാണ സംഹിത ഇവിടെ മത്സ്യപുരാണം എന്ന പുരാണം. 18 മഹാപുരാണങ്ങളിൽ വളരെ ചെറുതാണെങ്കിലും വളരെ ഗംഭീരമായിട്ടുള്ള അർത്ഥവത്തായിട്ടുള്ള ഭഗവാന്റെ ഉപദേശങ്ങൾ അടങ്ങിയ പുരാണം മത്സ്യപുരാണം. ആ മത്സ്യപുരാണമാണ് ഇവിടെ പുരാണ സംഹിത. അത് രാജർഷേഹേ സത്യവ്രതസ്യ അബ്രവീത്, സത്യവ്രതനാകുന്ന രാജാവിന് ഭഗവാൻ ഉപദേശിച്ചു, ഭഗവാൻ പറഞ്ഞു കൊടുത്തു. അതെന്താണ്? ആത്മഗുഹ്യം. ആത്മഗുഹ്യമാണ്, ആത്മാവിനെ സംബന്ധിച്ച രഹസ്യങ്ങളാണ്, ആത്മവിദ്യയാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. ആ രഹസ്യ തത്വത്തെ അശേഷത, ഒന്നും ശേഷിക്കാതെ മുഴുവനായിട്ട് എന്നർത്ഥം. അപ്പൊ ഈ മത്സ്യപുരാണത്തിൽ എല്ലാം അടങ്ങിയിരിപ്പുണ്ട്. സർവശാസ്ത്രങ്ങളുടെയും സാരമാണ്, സർവ ഉപദേശങ്ങളുടെയും സാരമാണ് ആത്മതത്വ രഹസ്യം അതിലടങ്ങിയിരിക്കുന്നു. ഇതാണ് ഭഗവാൻ ഉപദേശിച്ചതെന്ന് ചുരുക്കി പറഞ്ഞു. വിസ്തരിച്ച് മത്സ്യപുരാണം നോക്കണം നമ്മൾ. അസ്രൗഷീത് ഋഷിഭിഃ സാകം ആത്മതത്വം അസംശയം നാവ്യാസീനോ ഭഗവതാ പ്രോക്തം ബ്രഹ്മസനാതനം. അസ്രൗഷീത് ഋഷിഭിഃ സാകം ആത്മതത്വം അസംശയം നാവ്യാസീനോ ഭഗവതാ പ്രോക്തം ബ്രഹ്മ സനാതനം. അസ്രൗഷീത് എന്ന് പറഞ്ഞാൽ ശ്രവണം ചെയ്തു, ശ്രവിച്ചു. ആര് ശ്രവിച്ചു? സത്യവ്രത രാജർഷി. അദ്ദേഹം ശ്രവിച്ചു. എന്താ ശ്രവിച്ചത്? ആത്മതത്വം. ആരാൽ പ്രോക്തം? ഭഗവതാ പ്രോക്തം.
ഭഗവതാ പ്രോക്തം ആത്മതത്വം അസ്രൗഷീത്. ഭഗവാനാൽ പറയപ്പെട്ട ആത്മതത്വത്തെ നല്ലതുപോലെ ശ്രവിച്ചു. അസംശയം, സംശയരഹിതമായിട്ടാണ് അദ്ദേഹം ശ്രവിച്ചത്. എല്ലാ സംശയങ്ങളും നീങ്ങി അദ്ദേഹത്തിന്, എല്ലാ സംശയങ്ങളും നീങ്ങി. എന്താ ഭിദ്യതേ ഹൃദയഗ്രന്ഥി ഛിദ്യന്തേ സർവസംശയാഹ ക്ഷീയന്തേ ചാസ്യ കർമാണി തസ്മിൻ ദൃഷ്ടേ പരാവരേ എന്ന ആ ഉപനിഷത്ത് വചനത്തെ സത്യമാക്കിക്കൊണ്ട് ഇദ്ദേഹത്തിന്റെ സംശയങ്ങളെല്ലാം നീങ്ങി. അതാണ് അസംശയം ആത്മതത്വം. ആരോട് കൂടെ കേട്ടു എന്നാണ്? ഋഷിഭിഹി സാക്കം. അദ്ദേഹത്തിന്റെ കൂടെ ഈ നാവത്തിലുണ്ടായിരുന്ന, പ്രളയകാലത്തെ നാവത്തിലുണ്ടായിരുന്ന സപ്തർഷികളോടുകൂടി. കാരണം ആ സപ്തർഷികളാണ് ഇനി അടുത്ത കൽപ്പത്തിൽ ലോകത്തിന് ഈ തത്വം ഉപദേശിക്കുന്നവർ. ഭഗവാനിൽ നിന്ന് കിട്ടിയ ഈ അറിവിനെ അവർ ലോകത്തിലേക്ക് ഉപദേശിക്കുന്നു. അപ്പൊ അങ്ങനെയുള്ള സപ്തർഷികളോട് കൂടെ സാകം ആത്മതത്വം അസംശയം അസ്രൗഷീത്. എങ്ങനെ? നാവി ആസീനഹ, നാവ്യാസീനഹ. ഇവിടെ നാവി എന്ന് പറഞ്ഞാല് കപ്പലിൽ, തോണിയിൽ, വഞ്ചിയിൽ എന്നൊക്കെ അർത്ഥം. നാവത്തിൽ ആസീനഹ ഇരിക്കുന്നവനായിക്കൊണ്ട് ഭഗവതാ പ്രോക്തം. അതെന്താണ് ആത്മതത്വം എന്ന് പറഞ്ഞു? അത് ബ്രഹ്മ സനാതനം എന്ന് ഒന്നുകൂടെ അതിനെ വിശേഷിപ്പിച്ചു. സനാതനം ബ്രഹ്മ, സനാതനമായ നിത്യമായിരിക്കുന്ന പരമാർത്ഥമായിരിക്കുന്ന ആ ബ്രഹ്മതത്വം തന്നെയാണ് ഇവിടെ ആത്മതത്വവും. നമ്മുടെ തത്വവും ഈ പ്രപഞ്ചത്തിന്റെ തത്വവും ഈശ്വര തത്വവും ഒന്നു തന്നെയാണ്. ഈശ്വരന്റെ തത്വം അത് തന്നെയാണ് ബ്രഹ്മതത്വം. ഈ പ്രപഞ്ചത്തിന്റെ പരമകാരണം തന്നെയാണ് ബ്രഹ്മതത്വം. അത് തന്നെയാണ് എന്റെയും തത്വം, ആത്മതത്വം. അപ്പോൾ ആ തത്വത്തെ ഭഗവാനാൽ ഉപദേശിക്കപ്പെട്ടത് സംശയരഹിതമായിട്ട് ആ ഋഷി ശ്രവണം ചെയ്തു. ആരാണ്? രാജർഷിയായ സത്യവ്രതൻ മറ്റ് ഋഷിമാരോട് കൂടെ. അതീത പ്രളയാപായേ ഉത്ഥിതായ സവേദസേ ഹത്വാസുരം ഹയഗ്രീവം വേദാൻ പ്രത്യാഹരദ്ഹരിഃ. അതീത പ്രളയാപായേ ഉത്ഥിതായ സവേദസേ ഹത്വാസുരം ഹയഗ്രീവം വേദാൻ പ്രത്യാഹരദ്ഹരിഃ. അതീത പ്രളയ അപായേ, അതീതമായ പ്രളയത്തിന്റെ അപായത്തിൽ, ആ പ്രളയം കഴിഞ്ഞുപോയപ്പോൾ, അതീതമായപ്പോൾ, കഴിഞ്ഞുപോയ പ്രളയത്തിന്റെ അവസാനം എന്നർത്ഥത്തിലെടുക്കാം. അതീത പ്രളയം എന്ന് പറഞ്ഞാൽ, അതീതം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞുപോയത്, പ്രളയത്തിന്റെ അപായം, പ്രളയത്തിന്റെ അവസാനം. അപ്പോ ബ്രഹ്മദേവന്റെ ഇന്നലെ രാത്രി, ഇന്നലത്തെ നൈമിത്തിക പ്രളയം, അതിന്റെ അവസാനത്തിൽ എന്ന് പറയാനാണ് അതീത പ്രളയാപായം. അതീതം ഗോൺ, പാസ്റ്റ്, ഇന്നലെ കഴിഞ്ഞത്. ഇന്നലത്തെ നൈമിത്തിക പ്രളയത്തിന്റെ അവസാന കാലത്ത് ഉത്ഥിതായ വേദസേ, പ്രളയം കഴിഞ്ഞ് നിദ്ര കഴിഞ്ഞ് വേദസ് അഥവാ ബ്രഹ്മദേവൻ ഉത്ഥിതനായി ഉണർന്നു വന്നു. അദ്ദേഹം സൃഷ്ടിക്ക് തയ്യാറായി ഉണർന്നു. അദ്ദേഹത്തിന്റെ രാത്രിയാണല്ലോ നൈമിത്തിക പ്രളയം. അദ്ദേഹം ഉണർന്നു വന്നു. ആ സമയത്ത് സഹ ആ ഭഗവാൻ ഹരിഹി, ആ ഹരിഹി എന്ത് ചെയ്തു? ഹത്വാ അസുരം ഹയഗ്രീവം വേദാൻ പ്രത്യാഹരത്. ഹയഗ്രീവം അസുരം ഹത്വ. ഹയഗ്രീവൻ, ആ കുതിരക്കഴുത്തൻ, കുതിരത്തലയൻ എന്നൊക്കെ അറിയപ്പെടുന്ന കുതിരയുടെ തലയോടുകൂടിയ ആ അസുരൻ ബ്രഹ്മദേവന്റെ മുഖത്തു നിന്ന് വേദങ്ങളെ അപഹരിക്കാൻ വന്നു, അല്ലെങ്കിൽ അപഹരിച്ചെടുത്തു. അയാളെ വധിച്ച്, ഹയഗ്രീവനെ വധിച്ച്, ആ ഹയഗ്രീവനിൽ നിന്ന് വീണ്ടെടുത്ത വേദങ്ങളെ ഭഗവാന് ബ്രഹ്മദേവന് പ്രത്യാഹരത്, പ്രതി ആഹരിച്ചു, തിരിച്ച് ഏൽപ്പിച്ചു എന്നർത്ഥം, തിരിച്ചു കൊടുത്തു. അപ്പൊ അങ്ങനെ ഉറക്കം കഴിഞ്ഞ് ഉണർന്ന ബ്രഹ്മദേവന് ഈ സർവവേദങ്ങളുടെയും ജ്ഞാനം വീണ്ടു കൊടുത്തത് ആരാണ്? ഭഗവാൻ. അങ്ങനെ അടുത്ത കൽപ്പത്തിന്, അഥവാ ഈ കൽപ്പത്തിന്, ശ്വേതവരാഹ കൽപ്പത്തിന് ബ്രഹ്മദേവൻ സജ്ജനായി എന്നാണ്. എന്നിട്ടോ സതു സത്യവ്രതോ രാജ ജ്ഞാനവിജ്ഞാന സംയുതഃ വിഷ്ണോഃ പ്രസാദാത് കൽപേസ്മിൻ ആസീത് വൈവസ്വതോ മനുഃ. സതു സത്യവ്രതോ രാജ ജ്ഞാനവിജ്ഞാന സംയുതഃ വിഷ്ണോഃ പ്രസാദാത് കൽപേസ്മിൻ ആസീത് വൈവസ്വതോ മനുഃ. സഹ തു സത്യവ്രതഃ രാജ, ആ സത്യവ്രത രാജാവാകട്ടെ,
ജ്ഞാനവിജ്ഞാന സംയുത, അദ്ദേഹം വേണ്ട ജ്ഞാനവും വിജ്ഞാനവും എല്ലാം സമ്പാദിച്ച് സ്വന്തമാക്കിയവനായി, വേണ്ട യോഗ്യത നേടിയവനായി. അങ്ങനെ വിഷ്ണോഹോ പ്രസാദാത്, ആ വിഷ്ണുവായ ഭഗവാന്റെ മത്സ്യരൂപിയായ ഭഗവാന്റെ പ്രസാദം കൊണ്ട് കൽപ്പേസ്മിൻ അസ്മിൻ കൽപ്പേ ആസീത് വൈവസ്വതോ മനുഹു, വൈവസ്വതോ മനുഹു ആസീത്, ഈ കൽപ്പത്തിൽ വൈവസ്വത മനുവായി ഭവിച്ചു. അപ്പൊ ഈ കൽപ്പത്തിൽ വൈവസ്വത മനുവായി ഭവിച്ചു എന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കഥ നടന്നത് പൂർവ്വകൽപ്പത്തിലാണ്, അല്ലെങ്കിൽ പൂർവ്വകൽപ്പത്തിന്റെ അന്ത്യത്തിലാണ്. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് അദ്ദേഹം ഈ കൽപ്പത്തിൽ വൈവസ്വത മനുവായി ഭവിച്ചു. അപ്പൊ ഈ കൽപ്പം എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞിരിക്കണു, ഈ മന്വന്തരത്തിൽ എന്നൊന്നും പറഞ്ഞില്ല. ഇപ്പൊ വ്യക്തമായി കഴിഞ്ഞിരിക്കണു എന്താണ്, നൈമിത്തിക പ്രളയത്തിലാണ് ഭഗവാന്റെ മത്സ്യാവതാരം. ബ്രഹ്മദേവന്റെ രാത്രി, അദ്ദേഹം ഉറങ്ങുന്ന സമയത്ത് ഹയഗ്രീവൻ എന്ന അസുരൻ വന്ന് വേദങ്ങളെ അപഹരിച്ചത് വീണ്ടെടുക്കാൻ വേണ്ടി നൈമിത്തിക പ്രളയകാലത്ത് തന്നെയാണ് ഭഗവാന്റെ മത്സ്യാവതാരം. ആ കൽപ്പത്തിലുണ്ടായിരുന്ന സത്യവ്രത രാജാവ് ഈ കൽപ്പത്തിൽ 7ാമത്തെ മനുവായി, വൈവസ്വത മനുവായി ഭവിച്ചു. സൂര്യന്റെ പുത്രനായി, വിവസ്വാന്റെ പുത്രനായി, ശ്രാദ്ധദേവൻ എന്ന പേരില് അദ്ദേഹം ജനിച്ചു. അദ്ദേഹം മനുവായി തീർന്നു ഭഗവാന്റെ പ്രസാദം കൊണ്ട്. സംശയരഹിതമായിട്ട് പല ഭാഗത്തായിട്ട് ഇത് ക്ലാരിഫൈ ചെയ്ത് കഴിഞ്ഞു. എന്താണ്, നൈമിത്തിക പ്രളയകാലത്താണ് ഭഗവാന്റെ എന്തിനാണത്, അത് ഈ അഷ്ടമസ്കന്ധത്തിൽ അത് വ്യക്തമാക്കിയത് എന്തിനാണ് ഈ കഥ പറഞ്ഞത്, ഭഗവാൻ കാലാതീതനാണെന്ന് സൂചിപ്പിക്കാൻ. എല്ലാ കാലത്തും ഭഗവാൻ ഇവിടെ കാവലുണ്ട് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്താൻ. പ്രളയകാലത്തും ശേഷിക്കുന്നവനാണ് ഭഗവാൻ. എല്ലാം ഇല്ലാതായാലും എല്ലാം പ്രളയത്തിൽ ലയിച്ചാലും യോവശിഷ്യേത സോസ്മ്യഹം, ആ വാക്കിനെ സത്യമാക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പൊ അത് ഉറപ്പിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് സംശയരഹിതമായിട്ട്. സത്യവ്രതസ്യ രാജർഷേഹേ മായാമത്സ്യസ്യ ശാർംഗിണഃ സംവാദം മഹദാഖ്യാനം ശ്രുത്വാ മുച്യേത കിൽബിഷാത്. സത്യവ്രതസ്യ രാജർഷേഃ മായാമത്സ്യസ്യ ശാർംഗിണഃ സംവാദം മഹദാഖ്യാനം ശ്രുത്വാ മുച്യേത കിൽബിഷാത്. സത്യവ്രതസ്യ രാജർഷേഃ സത്യവ്രതസ്യ, ഈ രാജർഷിയായ സത്യവ്രതന്റെയും മായാമത്സ്യസ്യ ശാർംഗിണഃ, മായാമത്സ്യരൂപിയായ, മായ കൊണ്ട് ഭഗവാൻ അവതാരങ്ങൾ എടുക്കുന്നതെല്ലാം മായ കൊണ്ടാണ്. ഭഗവാൻ തന്റെ സ്വരൂപത്തെ മറച്ച് ചെറുതാക്കി അവതരിക്കുന്നതിനെയാണ് അവതാരമെന്ന് പറയുന്നത്. അപ്പൊ മായയെ സ്വീകരിക്കുന്നു. ഭഗവാൻ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്, എന്റെ മായ കൊണ്ടാണ് ഞാൻ അവതാരങ്ങൾ എടുക്കുന്നത്. സംഭവാമ്യാത്മമായയാ പ്രകൃതിം സ്വാമവഷ്ടഭ്യ സംഭവാമ്യാത്മമായയാ, എന്റെ പ്രകൃതിയെ ഞാൻ സ്വീകരിച്ചുകൊണ്ട് എന്റെ നിയന്ത്രണത്തിൽ നിർത്തിക്കൊണ്ട് ഞാൻ സംഭവിക്കുന്നു. അപ്പോ ഭഗവാൻ മായാമത്സ്യസ്യ ശാർംഗിണ, ശാർംഗി എന്ന് പറഞ്ഞാലോ വലിയ വില്ല്, ശാർംഗം എന്നുള്ള വില്ല് ധരിച്ചവൻ ശാർംഗി, വനമാലി ഗതി ശാർംഗി, ശംഖി ചക്രീ ച നന്ദകി, ആ ശാർംഗം എന്ന വില്ല് ധരിച്ച ഭഗവാൻ. അപ്പൊ ശാർംഗിണ, അവർ തമ്മിലുള്ള മഹദാഖ്യാനം സംവാദം, മഹത്തായ ആഖ്യാനമായ സംവാദം എന്നുവെച്ചാൽ മത്സ്യപുരാണം എന്നർത്ഥമാണ്. ആ മത്സ്യപുരാണം എന്ന ആഖ്യാനം ശ്രുത്വ, ശ്രവിച്ചിട്ട് കിൽബിഷാത് മുച്യേത, എല്ലാ കിൽബിഷങ്ങളിൽ നിന്നും മുക്തരായിത്തീരും. കിൽബിഷം എന്നാൽ പാപം എന്നാണ് അതിന്റെ ഏറ്റവും സ്ഥൂലാർത്ഥം. ഈ പാപമൊക്കെ എവിടുന്നാണ് ഉണ്ടാവുന്നത്? പാപം എന്നുള്ളത് സ്വാർത്ഥതയിൽ നിന്നാണ്. സ്വാർത്ഥത എവിടുന്നാണ് ഉണ്ടാവുന്നത്? അവനവനെ അറിയായികയിൽ നിന്നാണ്, ആത്മാവിനെ അറിയായികയിൽ നിന്നാണ്, ആത്മാവിന്റെ ഏകത്വം അറിയായികയിൽ നിന്നാണ്. ആകെയുള്ളത് ഏകമായ ആത്മാവാണ്. അതുതന്നെയാണ് സകല ചരാചരങ്ങളായി കാണപ്പെടുന്നത്. അതുകൊണ്ട് എനിക്ക് ആരോടും ഒരു തരത്തിലുള്ളതായിട്ടുള്ള രാഗദ്വേഷങ്ങളില്ല, ശോകമോഹങ്ങളില്ല. തസ്യ കോ മോഹക്ക ശോക ഏകത്വമനുപശ്യത. ആ ഏകത്വത്തെ എല്ലായിടത്തും ദർശിക്കുന്ന ഒരാൾക്ക് ശോകമോഹങ്ങളില്ല, രാഗദ്വേഷങ്ങളില്ല, സ്വാർത്ഥതകൾ ഉണ്ടാകുന്നില്ല.
ദേഹത്തിലുള്ള അഭിമാനമുണ്ടാകുന്നില്ല. ആ ദേഹാഭിമാനത്തിൽ നിന്നാണ് എല്ലാ പാപങ്ങളും ജനിക്കുന്നത്. അപ്പൊ അവൻ എല്ലാ പാപങ്ങളിൽ നിന്നും മുക്തനാവുന്നു എന്ന് പറയുമ്പോഴോ അവൻ ആത്മജ്ഞാനത്തിൽ നിഷ്ഠ നേടുന്നു, ആത്മബോധം ഉറച്ചവനായിത്തീരുന്നു, ആത്മതത്വം അറിഞ്ഞവനായിത്തീരുന്നു. അതുതന്നെയാണ് ഈ പ്രളയകാലത്തും ശേഷിക്കുന്നവനായ ഭഗവാന്റെ തത്വം നമ്മുടെ ഉള്ളില് ഉറച്ചു നിൽക്കുമ്പോൾ ആ ഭഗവാനെ നിത്യനിരന്തരനായി എല്ലായ്പ്പോഴും ഉള്ളവനായി പരമസത്യസ്വരൂപനായി കാണുക. സത്യം പരം ധീമഹി. ബാക്കിയുള്ളതൊക്കെയോ അസത്ത്. അസത്തിൽ മനസ്സ് ഉറപ്പിക്കാതിരിക്കുക. അസത്തിനെ അസത്തായി തന്നെ കാണുക. ഗൗരവം കൊടുക്കേണ്ടതില്ല. അസത്തിൽ മനസ്സ് ഉറയ്ക്കുക. അതാണ് വേണ്ടത്. അപ്പൊ കിൽബിഷാദ് മുച്ഛേത. അവതാരോ ഹരേർയോയം കീർത്തയേതന്മഹം നരഃ സങ്കൽപ്പാസ്തസ്യ സിദ്ധ്യന്തി സയാതി പരമാംഗതിം. അവതാരോ ഹരേർയോയം കീർത്തയേതന്മഹം നരഃ സങ്കൽപ്പാസ്തസ്യ സിദ്ധ്യന്തി സയാതി പരമാംഗതിം. ഹരേഹേ അയം അവതാരഃ യഹ അന്വഹം കീർത്തയേത് നരഃ. യഹ നരഃ, ഏതൊരു നരനാണോ, അന്വഹം ദിനം പ്രതി, എപ്പോഴും ഹരേഹേ അയം അവതാരഃ കീർത്തയേത്, ഹരിയുടെ ഈ ഒരു അവതാരത്തെക്കുറിച്ച് കീർത്തിക്കുന്നത്. ഓരോ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ മത്സ്യാവതാര സ്മരണയോടെ എഴുന്നേൽക്കുക. ഇന്നലെ രാത്രി നമ്മൾ ഉറങ്ങിയപ്പോൾ നമ്മുടെ ജ്ഞാനത്തെ, ബോധത്തെ സംരക്ഷിച്ചു നിർത്തിയത് ആരാണ്? നമ്മൾ രാവിലെ ഉണർന്നു വന്നപ്പോൾ നമ്മുടെ കയ്യിൽ ആ ബോധത്തെയൊക്കെ ഏൽപ്പിച്ചു തന്നത് ആരാണ്? പ്രളയകാലത്ത് ആ ബ്രഹ്മദേവന്റെ മുഖത്തു നിന്ന് നഷ്ടപ്പെട്ടു പോയ വേദങ്ങളെ ആരാണോ വീണ്ടെടുത്ത് ബ്രഹ്മദേവനെ ഏൽപ്പിച്ചത്? അതേപോലെ നമ്മുടെ തമോ ഗുണമാകുന്ന ആസുരഭാവത്താൽ നഷ്ടപ്പെട്ടു പോയതായിട്ട് നമ്മുടെ ജ്ഞാനത്തെ രാവിലെ നമ്മൾ ഉണർന്നു വന്നപ്പോൾ ആരാണോ യാതൊരു കൈമോശവും വരാതെ നമ്മളെ ഏൽപ്പിച്ചത്, യാതൊരു കേടുപാടും കൂടാതെ നമ്മളെ ഏൽപ്പിച്ചത്, ആ ഭഗവാനോട് രാവിലെ എഴുന്നേറ്റ് എന്നും കൃതജ്ഞത പ്രകടിപ്പിച്ചുകൊണ്ട് സ്മരണയോടുകൂടെ എഴുന്നേൽക്കുക. ഇതാണ് അന്വഹം കീർത്തയേത്. ഹരിയുടെ ഈ ഒരു അവതാര ലീലയെ ആരാണോ ദിനം പ്രതി കീർത്തിക്കുന്നത്, സങ്കൽപ്പാഹ തസ്യ സിദ്ധ്യന്തി, തസ്യ സങ്കൽപ്പാഹ സിദ്ധ്യന്തി, അവന്റെ എല്ലാ സങ്കല്പങ്ങളും സിദ്ധമായി തീരുന്നു. അവൻ സത്യസങ്കല്പനായിത്തീരുന്നു. കാരണം അവൻ വേണ്ടാത്തതൊന്നും സങ്കല്പിക്കില്ല. അസത്തായ സങ്കല്പങ്ങളൊന്നും അവനുണ്ടാവില്ല. അവന് സത്യസങ്കല്പങ്ങളെ ഉണ്ടാവുള്ളൂ. പ്രായോഗികമായി സംഭവിക്കാവുന്ന കാര്യങ്ങൾ മാത്രമേ അവൻ സങ്കല്പിക്കുകയുള്ളൂ. അവന്റെ ചിന്തകളൊക്കെ റിയലിസ്റ്റിക് ആയിരിക്കും. അല്ലാതെ എന്താ പറയുക, ഒരു ഭാവനാലോകത്തിൽ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള സങ്കല്പങ്ങളുമായി കഴിയുന്ന മൂഢനായിരിക്കില്ല അവൻ. സ്വപ്ന ലോകത്തിൽ കഴിയുന്നവനായിരിക്കില്ല. തസ്യ സങ്കല്പാഹ സിദ്ധ്യന്തി സയാതി പരമാംഗതി. അവൻ പരമഗതിയെ പ്രാപിക്കുന്നു. അവൻ ഈശ്വരനെ പ്രാപിക്കുന്നു, പരമതത്വത്തെ പ്രാപിക്കുന്നു, ആ പരമസത്യത്തെ പ്രാപിക്കുന്നു. യദ്ഭാവഃ തദ്ഭവതി. ആസ് യു തിങ്ക് സോ യു ബിക്കം. അപ്പൊ നിരന്തരം ആ സത്യത്തെ തന്നെ ചിന്തിച്ചാൽ ആ സത്യമായി ഭവിക്കും. ആ സത്യമാണ് നമ്മുടെ സ്വരൂപം എന്നുള്ള ആ സ്മരണ നമുക്ക് ഉറപ്പിച്ചു കിട്ടും. അവിസ്മൃതി മാറിക്കിട്ടും. ആത്മതത്വത്തെക്കുറിച്ചിട്ടുള്ള അവിസ്മൃതി, അതാണ് നമ്മുടെ ദുഃഖങ്ങൾക്കൊക്കെ കാരണം. ഈശ്വരനെ കുറിച്ചിട്ടുള്ള അവിസ്മൃതി അത് മാറി എപ്പോഴും ആ ആത്മതത്വം നമ്മുടെ ഉള്ളിൽ സ്മരിക്കും. അത് തന്നെയാണ് പരമാഗതിം യാതി. പരമഗതിയെ അവൻ പ്രാപിക്കുന്നു. ഇത് ബലശ്രുതിയോട് കൂടിയിട്ടാണ് ഈ കഥ അവസാനിക്കുന്നത്. അത് കഴിഞ്ഞ് ശുഖബ്രഹ്മർഷി മത്സ്യരൂപിയായ ഭഗവാനെ ഒന്ന് നമസ്കരിക്കുകയും കൂടി ചെയ്തിട്ടാണ് ഈ കഥ അവസാനിപ്പിക്കുന്നത്. പ്രളയപയസിദാതുഃ സുപ്തശബ്ദേർമുഖേഭ്യഃ ശ്രുതിഗണമപനീതം പ്രത്യുപാദത്ത ഹത്വാ
ദിദിജമകതയദ്യോ ബ്രഹ്മസത്യവ്രതാനാം തമഹമഖിലഹേതും ജിഹ്മമീനം നതോസ്മി. പ്രളയപയസി ധാതുഃ സുപ്തശക്തേർമുഖേഭ്യഃ ശ്രുതിഗണമപനീതം പ്രത്യുപാദത്ത ഹത്വാ. ദിദിജമകതയദ്യോ ബ്രഹ്മ സത്യവ്രതാനാം തമഹമഖിലഹേതും ജിഹ്മമീനം നതോസ്മി. സുഖബ്രഹ്മർഷി എല്ലാ അവതാരങ്ങളെയും ഇങ്ങനെ സ്തുതിച്ച് നമസ്കരിച്ചിട്ടില്ലേ? അവസാനം ഋഷഭാവതാരം, മോഹിനി അവതാരം, ഇപ്പൊ മത്സ്യാവതാരം, ഇനി കൃഷ്ണാവതാരം. 4 അവതാരങ്ങളെ അദ്ദേഹം വിശേഷമായിട്ട് അവസാനം കഥ പറഞ്ഞ് സ്തുതിച്ച് നമസ്കരിക്കുന്ന ഇത് കാണാം. അപ്പൊ അതിന് അത്രയും പ്രാധാന്യമുണ്ട് എന്ന് അർത്ഥം. അപ്പൊ അങ്ങനെ നതോസ്മി, അഹം നതഃ അസ്മി, ഞാൻ നമിക്കുന്നവനാകുന്നു, ഞാനിതാ നമസ്കരിക്കുന്നു, ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. അപ്പോ ആർക്കാണ്? തം ജിഹ്മമീനം. ജിഹ്മമീനം, ജിഹ്മം എന്ന് പറഞ്ഞാല് കപടം, വഞ്ചന, നാടകം, വേഷം കെട്ട്, മായ എന്നൊക്കെ അർത്ഥമാണ്. അപ്പൊ മായാ മത്സ്യത്തിനായിക്കൊണ്ട് നമസ്കാരം. മായ കൊണ്ട് മത്സ്യരൂപം ധരിച്ച ആ ഭഗവാന് എന്റെ നമസ്കാരം. ജിഹ്മമീനം നതോസ്മി. അപ്പൊ എവിടെയാണ് എന്ത് ചെയ്ത മായാ മത്സ്യം എന്ന് വിസ്തരിക്കുകയാണ്. പ്രളയപയസി സുപ്തശക്തേ ധാതുഹു മുഖേഭ്യഃ അപനീതം ശ്രുതിഗണം ദിദിജം ഹത്വാ യഹ പ്രത്യുപാദത്ത. അതാണ് ആദ്യത്തെ ഒരു ഫ്രേസ്. പ്രളയപയസി, പ്രളയപയസി, പ്രളയജലത്തിൽ. പയസ ജലമാണ്. അപ്പൊ പ്രളയജലത്തിൽ സുപ്തശക്തേഹേ ധാതുഹു മുഖേഭ്യഃ, സുപ്തശക്തി, ശക്തികളെല്ലാം സുപ്തമായിരുന്ന ദാതാവിന്റെ ബ്രഹ്മദേവന്റെ മുഖത്ത് നിന്ന്, എല്ലാ ശക്തികളും എല്ലാ കഴിവുകളും മറഞ്ഞിരുന്നതായിട്ടുള്ള ബ്രഹ്മദേവന്റെ മുഖത്ത് നിന്ന് അപനീതം ശ്രുതിഗണം, അപനയിക്കപ്പെട്ട, കട്ടുകൊണ്ടുപോകപ്പെട്ട വേദസമൂഹത്തെ ദിദിജം ഹത്വ. ദിദിജൻ ദൈത്യൻ ആരാണ്? ഹയഗ്രീവൻ. ആ ഹയഗ്രീവൻ എന്ന അസുരനെ വധിച്ച് യഹ പ്രത്യുപാദത്ത, ഏതൊരുവനാണോ തിരിച്ചേൽപ്പിച്ചത്, മടക്കി പ്രാപിപ്പിച്ചത്, അങ്ങനെയുള്ളവനും യഹ പ്രത്യുപാദത്ത സത്യവ്രതാനാം ബ്രഹ്മ അകഥയത്. സത്യവ്രതന്മാർക്ക്, ഇവിടെ സത്യവ്രതൻ എന്ന ഒരു രാജാവേ ഉള്ളൂവെങ്കിലും കൂടെ സപ്തർഷികളുണ്ട്. അവരും സത്യവ്രതന്മാർ തന്നെയാണ്. സത്യത്തെ വ്രതമാക്കിയിട്ടുള്ളവർ, സത്യത്തിൽ നിഷ്ഠയുള്ളവർ, സത്യനിഷ്ഠയോടുകൂടി ആ ഋഷീശ്വരന്മാർക്കും യഹ ഏതൊരുവനാണോ ബ്രഹ്മ അകഥയത്. ബ്രഹ്മം എന്ന് പറഞ്ഞാൽ ആ ബ്രഹ്മതത്വം, വേദം എന്നൊക്കെ അർത്ഥം, ശാസ്ത്രങ്ങൾ. ആ ബ്രഹ്മതത്വത്തെ ഉപദേശിച്ചത് അഖിലഹേതും ജിഹ്മമീനം തം അഹം നതഃ അസ്മി. ഇവിടെ അഖിലഹേതും എന്നാ പറയുന്നത്. അഖിലഹേതു എന്ന് പറഞ്ഞാൽ സർവത്തിനും കാരണഭൂതൻ, ആദികേശവൻ, ആദിനാരായണൻ, ആദിപുരുഷൻ. ആ എല്ലാം തന്റെ ഉള്ളിൽ അടക്കിയവനെയാണ് ഇവിടെ അഖിലഹേതു എന്ന് പറയുന്നത്. ഇവിടെ ഭഗവാന്റെ കൊമ്പിൽ കെട്ടിയിരിക്കുകയാണ് നാവരൂപത്തില് ഭൂമി, അതിലുള്ള ബീജങ്ങളൊക്കെ, അതുപോലെ സപ്തർഷിയെ, ഈ സത്യവ്രത രാജാവ് എല്ലാം പുറത്ത് ഭഗവാന്റെ കൊമ്പിൽ കെട്ടിയതുപോലെ ചിത്രീകരിച്ചിട്ടുണ്ടെങ്കിലും എല്ലാം ഭഗവാന്റെ ഉള്ളിലാണ് വാസ്തവത്തിൽ. ഈ പുറത്ത് കാണുന്ന പ്രളയജലവും ഭഗവാന്റെ ഉള്ളിലാണ്. ആ ഭഗവാനാണ് അഖില ഹേതു. ഭഗവാനിൽ നിന്നാണ് പിന്നീട് ഈ സൃഷ്ടിയെല്ലാം ഉണ്ടായി വരുന്നതും. തന്റെ ഉള്ളിൽ എല്ലാം അവ്യക്ത രൂപത്തിൽ മറച്ചുവെച്ച് പിന്നീട് വ്യക്തമാക്കുന്നു സൃഷ്ടികാലത്ത്. അപ്പൊ അങ്ങനെയുള്ള ഈ ലോകത്തിന്റെ മുഴുവൻ കാരണഭൂതനായ പരമകാരണനായിട്ടുള്ള ആ കപടമീനവേഷധാരിയായ തം അഹം അതഃ അസ്മി, ആ ഭഗവാനെ ഞാനിതാ നമസ്കരിക്കുന്നു. ആ ഭഗവാൻ എന്റെ അജ്ഞാനം നീക്കി എന്റെ ഉള്ളില് സത്യബോധത്തെ എപ്പോഴും നൽകട്ടെ. ആ മത്സ്യരൂപം എന്നുള്ളത് നാരായണൻ തന്നെയാണ്. നാരം എന്നാൽ ജലം എന്നർത്ഥം, അയനം എന്ന് പറഞ്ഞാൽ വാസസ്ഥാനം എന്നർത്ഥം. വെള്ളത്തിൽ കിടക്കുന്നവനാണ് നാരായണൻ. എപ്പോഴും വെള്ളത്തിൽ കിടക്കുന്നവൻ. ഇവിടുത്തെ വെള്ളം എന്ന് പറഞ്ഞാൽ കാരണജലമാണ്. ഇപ്പൊ കാരണജലത്തിൽ ശയിക്കുന്നവൻ. കാരണജലം എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ പരമകാരണമായിരിക്കുന്ന അവ്യക്തം.
ആ അവ്യക്തം ആരിൽ ശയിക്കുന്നോ അവനാണ് യഥാർത്ഥ നാരായണൻ. നാരായണൻ വെള്ളത്തിൽ കിടക്കുന്നവനല്ല, വെള്ളം നാരായണനിലാണ് കിടക്കുന്നത്. അപ്പോ ഏതൊരു നാരായണനിൽ നിന്നാണോ ഈ പ്രപഞ്ചം മുഴുവൻ ഉണ്ടായത്, അതേ നാരായണൻ തന്നെയാണ് മത്സ്യരൂപിയായ നാരായണനായി വെള്ളത്തിൽ കിടക്കുന്നവനായി ദർശനം നൽകിയത്. ഇതേ നാരായണൻ തന്നെ ഇനി മറ്റൊരു പ്രളയം സൃഷ്ടിച്ച് അല്ലെ നമ്മുടെ മാർക്കണ്ഡേയ മഹർഷിക്ക് വെള്ളത്തിൽ കിടക്കുന്ന ഒരു രൂപം കാണിച്ചു കൊടുക്കുന്നുണ്ട്. ബാലം മുകുന്ദം മനസാ സ്മരാമി. ആ ബാലം മുകുന്ദനും നാരായണൻ തന്നെയാണ്, വെള്ളത്തിൽ കിടക്കുന്നവനാണ്. അങ്ങനെ ഭഗവാന്റെ വെള്ളത്തിൽ കിടക്കുന്ന ഭാവത്തെ നാരായണൻ എന്ന് വിളിക്കുന്നു. ആ ബാലമുകുന്ദൻ എന്താ കാണിച്ചു കൊടുത്ത് മാർക്കണ്ഡേയന്? എല്ലാം എൻ്റെ അകത്താണപ്പാന്ന്. പ്രളയകാലത്തെല്ലാം എൻ്റെ അകത്താണ്, എല്ലാം എൻ്റെ ഉള്ളിലേക്ക് വരുന്നു പ്രളയകാലത്ത്. അത് കഴിഞ്ഞ് സൃഷ്ടികാലത്ത് ഞാൻ എല്ലാം എന്നിൽ നിന്ന് പുറത്തേക്ക് പ്രകടിപ്പിക്കുന്നു. ഇത് തന്നെയാണ് ഈ ജിഹ്മമീനവും ചെയ്യുന്നത്. അത് തന്നെയാണ് ആദിനാരായണനും ചെയ്തത്. അപ്പോൾ എല്ലാ നാരായണന്മാരും ഒരേ തത്വമാണ്. ആദിനാരായണനും മത്സ്യനാരായണനും മുകുന്ദനാരായണനും ബാലം മുകുന്ദനാരായണനും വെള്ളത്തിൽ കിടക്കുന്നവർ എല്ലാം ചിന്തിച്ച് അതിൻ്റെ തത്വങ്ങൾ എല്ലാവരുടെ ഉള്ളിലും ഉറപ്പിക്കുക. ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. വളരെ മനോഹരമായിട്ടുള്ള ഈ മത്സ്യാവതാര ചരിതം നമ്മൾ ആവും പോലെയൊക്കെ കണ്ടു. ഇനി നമുക്ക് പുതിയ സ്കന്ധത്തിലേക്ക് പ്രവേശിക്കാം. അടുത്ത ക്ലാസ്സിൽ നാളെ നോക്കാം. നവമസ്കന്ധം ഈശാനുകഥ എന്ന് പറയുന്ന സൂര്യസോമ വംശങ്ങളുടെ വിസ്താരമാണ്. 24 അധ്യായങ്ങൾ നമുക്ക് നോക്കാം. എല്ലാം രസകരമായി ആസ്വദിക്കാം. എല്ലാറ്റിലും സ്മരിക്കേണ്ടത് എല്ലാറ്റിനും ആശ്രയഭൂതനായിട്ടുള്ള ഭഗവാനെ, എല്ലാറ്റിൻ്റെയും അടിത്തട്ടായിരിക്കുന്ന സത്യം പരം ധീമഹി, ആ പരമസത്യത്തെ മറക്കാതെ കഥകളൊക്കെ കേൾക്കാം. ഓം ഹരി ഓം. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം അഷ്ടമസ്കന്ധേ ചതുർവിംശോऽധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ഹരി ഓം. എല്ലാവർക്കും ശുഭരാത്രി, സുഖനിദ്ര. നാളെ കാണാം. ഹരി ഓം. നാളെ മോർണിംഗ് നോക്കാം. നാളെ മോർണിംഗ് തന്നെ നോക്കാം, 11 മണിക്ക്. ഹരി ഓം. യെസ്, 11 മണിക്ക് നോക്കാം.